ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 111. ലുത്തിനിയായെക്കുറിച്ചുള്ള ധ്യാനം 24. മരിയൻ ലുത്തിനിയായിലെ വാഴ്ത്തമൊഴികൾ 21. മഹാവല്ലഭയായ കന്യക, വേർജിൻ മോസ്റ്റ് പവർഫുൾ. ലത്തീനില് വീർഗോ പോത്തൻസ്. വീർഗോ പോത്തൻസ്. ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ല. ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞതാണ് മംഗളവാർത്തയുടെ സമയത്ത്. ലൂക്കാസിന് സുവിശേഷം 1:37. ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ല. നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഗാഡ്. മാലാഖ പറഞ്ഞതാണ് ഈ സത്യം. ദൈവത്തിന്റെ സത്യമാണത്. ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ല. കാരണം അവൻ സർവശക്തനാണ്. സർവശക്തൻ. ഹീബ്രുവില് സർവശക്തനായ ദൈവം എന്നൊരു ഉപയോഗിക്കുന്നത് എൽ ഷദ്ദായ് എന്ന വാക്കാണ്. എൽ ഷദ്ദായ്. എൽ ഷദ്ദായ്. ഈ എൽ ഷദ്ദായ്, ഏൽ എന്ന് പറഞ്ഞ ദൈവം, ഷദ്ദായ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. കൃത്യമായൊരു നിഗമനത്തിലെത്താൻ എളുപ്പമല്ല. കാരണം ഒന്ന് പ്രാചീന ഭാഷയാണ്, പിന്നെ ഈ വാക്കിന്റെ ഉത്ഭവത്തെക്കുറിച്ച് കൃത്യമായ ഒരു നിഗമനത്തിലെത്തുക എളുപ്പമല്ല. അതിനാൽ പല നിർദ്ദേശങ്ങളുണ്ട്. പക്ഷെ എല്ലാം ഈ എൽ ഷദ്ദായ്, സർവശക്തൻ എന്ന വാക്കിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. അക്കാഡിയൻ ഭാഷയിൽ, അക്കാലത്തെ പ്രാചീന ഭാഷയാണ് അക്കാഡിയൻ ഭാഷയിൽ ഷാദു എന്ന വാക്കിന് മല, പർവ്വതം എന്നൊക്കെയാണ് അർത്ഥം. വലിയ പർവ്വതം ഇല്ല, ഇപ്പൊ നമ്മൾ സഹ്യപർവ്വതം, ഹിമാലയം, അങ്ങനെയുള്ള വലിയ പർവ്വതം. അതങ്ങനെ നോക്കിയാൽ നീക്കാൻ പറ്റാത്തത്. പ്രകൃതിയ ഇങ്ങനെ ശക്തിയുള്ളത്, കാറ്റിനൊക്കെ തടഞ്ഞു നിർത്തി മഴ പെയ്യിപ്പിക്കുന്നു. അങ്ങനെയല്ലേ നമുക്ക് ഈ മൺസൂണും റിട്ടേൺ മൺസൂണും, കാലവർഷവും പിന്നെ തുലാവർഷമൊക്കെ കിട്ടുന്നത്. ഈ മല കാറ്റിനെ തടഞ്ഞു നിർത്തി മേഘങ്ങള് ഇല്ലേ മഴ പെയ്യിക്കുന്നു. അപ്പൊ ഇത് നീക്കാൻ പറ്റാത്തത്, പ്രകൃതിയ ശക്തിയുള്ളത്, കാറ്റിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്നത്, അങ്ങനെയുള്ള ധ്വനി ഈ ഷാദു എന്ന വാക്കിനുണ്ട്, പർവ്വതം എന്ന അർത്ഥമുള്ളത് കൊണ്ട്. അത് ദൈവത്തിൽ ഉപയോഗിക്കുമ്പോൾ ദൈവം അത്ര സർവശക്തിയുള്ളവനാണ്, നീക്കാൻ കഴിയാത്തവനാണ്. എന്ത് പ്രതിബന്ധങ്ങളും തടഞ്ഞു നിർത്താനും തണുപ്പിക്കാനും കഴിയുന്നവനാണ് എന്നൊരർത്ഥം ഈ എൽ ഷദ്ദായ് എന്ന വാക്കിന് വരികയാണ്. സർവശക്തൻ എന്ന വാക്കിന് വരികയാണ്. ഇത് അക്കാഡിയൻ ഭാഷയിൽ ഷാദു എന്ന വാക്കിന്റെ വെളിച്ചത്തിലാണ്. ഹീബ്രു ഭാഷയിൽ ഷദ്ദായ് എന്ന വാക്കിന് സ്തനങ്ങൾ, മുലകൾ എന്നാണ് അർത്ഥം. ബ്രസ്റ്റ്, സ്ത്രീകളുടെ മുലകള്, സ്തനങ്ങള്. കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്ന ഒരു അമ്മയെ ഒന്ന് സങ്കല്പിച്ചേ. കരുതലുള്ള, പോഷിപ്പിക്കുന്ന, സംതൃപ്തി നൽകുന്ന, പിന്നെ സംരക്ഷിക്കുന്ന. അതല്ല ഒരു അമ്മ. കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ അമ്മ പോകും. ഇപ്പൊ ചില അമ്മമാരൊക്കെ മറിച്ച് കാമുകന്റെ കൂടെയും കാമുകരുടെ കൂടെയൊക്കെ പോകാനൊക്കെ മറിച്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചുരുക്കം ചില കേസുകളായിട്ട് കണ്ടാൽ മതി. പൊതുവെ അമ്മ, പ്രത്യേകിച്ചും മുല കുടിക്കുന്ന കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു അമ്മ. ആ അമ്മയുടെ സ്നേഹമാണ്, കരുതലാണ് അവളുടെ ശക്തി. കുഞ്ഞ് എന്ത് പ്രശ്നം വന്നാലും കുഞ്ഞ് അള്ളിപ്പിടിക്കുന്നത് അമ്മയാണ്. കുഞ്ഞിന് എല്ലാ തരത്തിലും സംരക്ഷണം അമ്മയാണ്. അപ്പോൾ ഈ മുല കുടിക്കുന്ന കുഞ്ഞിന് അമ്മ എങ്ങനെയാണോ പോഷിപ്പിക്കുന്നത്, കരുതലോടെ പരിചരിക്കുന്നത്, സംതൃപ്തി നൽകുന്നത്, സംരക്ഷിക്കുന്നത്, അതെല്ലാം ദൈവത്തിന് അപ്ലൈ ചെയ്യാണ്. നമ്മളെ കരുതലോടെ നോക്കുന്ന, പോഷിപ്പിക്കുന്ന, തൃപ്തി നൽകുന്ന, സംരക്ഷിക്കാൻ വേണ്ടി, രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ദൈവം. അതാണ് എൽ ഷദ്ദായ്. അപ്പൊ അങ്ങനെ ഒരു അർത്ഥമുണ്ട്, സ്നേഹത്തിന്റെ ശക്തി. മറ്റൊരു വാക്കാണ്, ഹീബ്രു വാക്കാണ് ഷദാദ്. ആ വാക്കിന് കീഴടക്കുക എന്നും നശിപ്പിക്കുക എന്നും അർത്ഥമുണ്ട്. അതായത് എന്തും കീഴടക്കാനും വേണമെങ്കിൽ നശിപ്പിക്കാനും സർവശക്തിയുള്ള ദൈവം. അതാണ് ഷദാദ് എന്ന വാക്കില്. എന്തിനും നശിപ്പിക്കാനും കീഴടക്കാനും ദൈവത്തിന് കഴിയും. ആ ഒരു അർത്ഥമുണ്ട്. ഈ ഷാ ദായ്, ഇങ്ങനെ രണ്ട് വാക്കുകൾ, ഷാ ദായ്, എൽ ഷദ്ദായ് എന്നാണല്ലോ. ഷാ പ്ലസ് ദായ്, അതിന് എന്തിനും പോന്നവൻ എന്നർത്ഥമുണ്ട്. എന്തിനും പോന്നവൻ, എന്തിനും മതിയായവൻ. കുറച്ചുകൂടി ആക്ഷരികമായി പറഞ്ഞാൽ വേണ്ടതിലും അധികമുള്ളവൻ. അതായത് ദൈവത്തിന് പരിമിതികളില്ല. അവന് ശക്തിക്ക് അതിർത്തികളോ അതിർവരമ്പുകളോ പരിധികളോ ഒന്നും ഇല്ല. എല്ലാ തരത്തിലും അവൻ മഹാവല്ലഭനാണ്, മോസ്റ്റ് പവർഫുൾ, അതിശക്തനാണ്. ഈ വല്ലഭൻ എന്ന് പറഞ്ഞാൽ പവർഫുൾ, ശക്തൻ, അതിശക്തൻ. അങ്ങനെ സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ മിശിഹായും മഹാവല്ലഭനാണ്. കാരണം എന്താണ്?
സർവശക്തനായ ദൈവം ചെയ്യുന്നതെല്ലാം പുത്രനും അതുപോലെ ചെയ്യുന്നു. യോഹന്നാൻ 5:19. ദൈവപിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും അതുപോലെ ചെയ്യുന്നു. യോഹന്നാൻ 5:19. ഞാനും പിതാവും ഒന്നാണ്. യോഹന്നാൻ 10:30. പിതാവ് എന്ന നിലയിൽ അവൻ എന്നേക്കാൾ വലിയവനാണ്, പക്ഷെ ഞാനും പിതാവും ഒന്നാണ്. ഇതാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ മഹാവല്ലഭനായ സർവശക്തനായ ദൈവം തമ്പുരാൻ, അവന്റെ പുത്രനായ മഹാവല്ലഭനായ പുത്രൻ തമ്പുരാൻ ഈശോ മിശിഹ, ഈ ഈശോ മിശിഹ എന്ന് പറയുന്ന ദൈവം തന്നെയായ പുത്രനെ ഗർഭം ധരിച്ച് പ്രസവിച്ച അമ്മയാണ് മറിയം. അതിനാൽ സർവവല്ലഭനായ സർവശക്തനായ ദൈവം തന്നെയായ പുത്രന്റെ അമ്മ എന്നാണ് മഹാവല്ലഭിയായ മറിയം എന്ന ആ വാഴ്ത്തുമൊഴിയുടെ ഒന്നാമത്തെ അർത്ഥം. എന്ന് വെച്ചാൽ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത്, അപ്പൊ നമ്മള് ദൈവവാഹക, തെയത്തോക്കോസ്, ദൈവമാതാവ്, രക്ഷകന്റെ അമ്മ, മിശിഹായുടെ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അതേ അർത്ഥത്തിൽ തന്നെയാണ് ഈ അർത്ഥം വരുന്നത്. രണ്ടാമതൊരർത്ഥം പറഞ്ഞാല് മറിയത്തിനും ഒരു 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 സർവശക്തിയുണ്ട്. ദൈവത്തിന്റെ സർവശക്തി പോലത്തെ സർവശക്തിയല്ല, ഒരു അമ്മയുടെ കരുതലിന്റെ ശക്തി പറഞ്ഞില്ലേ, ഈ അമ്മയുടെ സ്നേഹത്തിന്റെ ശക്തി പറഞ്ഞല്ലോ, അതുപോലൊരു സർവശക്തി മറിയത്തിനുണ്ട്. അതുകൊണ്ടാണ് മഹാവല്ലഭന്റെ അമ്മ എന്ന നിലയിൽ അവൾ മഹാവല്ലഭയാണ്, വല്ലഭയ കന്യകയാണ്. അതുകൂടാതെ മറിയത്തിനും ഈ സർവശക്തിയിൽ, ദൈവത്തിന്റെ സർവശക്തിയിൽ ഒരു പങ്കുണ്ട്, ഒരു റോളുണ്ട്. കാരണം മറിയത്തിന്റെ പുത്രൻ, ദൈവം തന്നെയായ പുത്രൻ സ്വഭാവത്തിലെ സർവശക്തനാണെങ്കിൽ മറിയം ദൈവകൃപയാൽ സർവശക്തയാണ്. ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളും ദൈവകൃപ ഒരിക്കലും നഷ്ടപ്പെട്ടാതെ വളർന്നവളും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിയവളുമായ അവള് ഈ യേശുക്രിസ്തുവിന്റെ നിർവചനപ്രകാരം തന്നെ യുഗാന്ത കുടുംബത്തിലെ ഒന്നാമത്തെ അംഗമാണ്. ദൈവത്തിന്റെ വചനം കേട്ട് അത് പാലിക്കുന്നവരുടെ കുടുംബത്താണ് യുഗാന്ത കുടുംബം എന്ന് പറയണേ. അതായത് കർത്താവിന്റെ തിരുവുത്താനം മുതൽ സ്വർഗാരോഹണം മുതൽ ദിതി ആഗമനം വരെ നിൽക്കുന്ന സഭയെയാണ് ഈ യുഗാന്ത കുടുംബം എന്ന് പറയണേ. ആ കുടുംബത്തിൽ ആദ്യത്തെ അംഗമാണ് മറിയം. യേശുവിന്റെ തന്നെ നിർവചന പ്രകാരം ആരാണ് എന്റെ അമ്മ, ആരാണ് എന്റെ സഹോദരൻ, ആരാണ് സഹോദരിമാര്, എന്റെ പിതാവിന് ഇഷ്ടം നിർവഹിക്കുന്നവൻ ആരോ അവര്. അത് മറിയത്തിനാണ് ഏറ്റവും ചേരുക. കാരണം കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ് മറിയമെന്ന് എലിസബത്ത് പറയുന്നുണ്ട് ലൂക്കാസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ. ചുരുക്കത്തിൽ ഈശോ നിർവചിച്ച യുഗാന്ത കുടുംബത്തിലെ ഒന്നാമത്തെ അംഗമാണ് മറിയം, ഈശോയുടെ തന്നെ നിർവചന പ്രകാരം. അതിനാൽ ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളും ഒരിക്കലും ദൈവകൃപ നഷ്ടപ്പെടുത്താത്തവളും ദൈവപിതാവിന്റെ വചനങ്ങൾ കേട്ട് അത് പാലിച്ച് യേശുവിന്റെ ആധ്യാത്മിക അമ്മയായവളുമായ മറിയം സർവവല്ലഭയാണ്. അവളുടെ മകനായ മിശിഹ സ്വഭാവത്താലെ മഹാവല്ലഭനാണ്. മറിയമാകട്ടെ ദൈവകൃപയുടെ ആധിക്യം നിമിത്തം മഹാവല്ലഭിയാണ്. സ്വഭാവത്തിലെ വല്ലഭനായ ദൈവം തന്നെ ഗബ്രിയേൽ മാലാഖയെ മറിയത്തിന്റെ അടുക്കലേക്ക് അയച്ചു. എന്തിനത്? അപ്പൊ ഇതിന് മൂന്നാമത്തെ ധ്വനിയാണ് ഞാൻ പറയാൻ വരുന്നത്. സർവശക്തന ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനുഷ്യനാകാൻ ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഗബ്രിയേൽ മാലാഖയെ മറിയത്തിന്റെ അടുക്കൽ അയച്ചേ? ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. അപ്പൊ ദൈവം മനുഷ്യനായി ഇങ്ങ് പോന്നാ പോരായിരുന്നോ? അവിടുന്ന് ഒരു റോക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് പോന്നാ പോരായിരുന്നോ? പോരാ. മനുഷ്യന്റെ ലോകത്തേക്ക് മനുഷ്യരുടെ പ്രതിനിധിയായ മറിയത്തിന്റെ സമ്മതം വേണം. അപ്പൊ ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് പറഞ്ഞിട്ട് അതിനൊരു ഒരു ചെറിയ ഒരു ഭേദഗതി കൽപ്പിച്ചിരിക്കുകയാണ് ഗബ്രിയേൽ മാലാഖയെ മറിയത്തിന്റെ അടുക്കലേക്ക് അയക്കുമ്പോൾ. അതായത് മറിയത്തിന്റെ സമ്മതമില്ലാതെ ഈ പുതിയ മനുഷ്യവംശത്തിന്റെ ആദ്യത്തെ അംഗം അത് മറിയമാണ്. നവീകരിക്കപ്പെടുന്ന രക്ഷിക്കപ്പെടുന്ന കുടുംബത്തിലെ ആദ്യത്തെ അംഗം. അവളുടെ അനുവാദമില്ലാതെ മനുഷ്യന്റെ ലോകത്തേക്ക് വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവൻ സർവശക്തനാണെങ്കിലും അവന് വരാൻ ആഗ്രഹിക്കുന്നത് ഈ സർവവല്ലഭിയായ മറിയത്തിന്റെ സമ്മതത്തോടു കൂടെയാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സർവശക്തി, ഈ മഹാവല്ലഭത്വം മറിയത്തിന്റെ സ്വാതന്ത്ര്യവുമായിട്ട് കൂട്ടിപ്പറഞ്ഞ് കിടക്കുന്നു. മറിയം സമ്മതിക്കണം. ദൈവത്തിന്റെ സർവശക്തി, മഹാവല്ലഭത്വം മഹാവല്ലഭിയായ മറിയത്തിന്റെ അനുസരണമായി കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. മറിയത്തിന്റെ അനുസരണം ഉണ്ടെങ്കിലേ, അനുസരണത്തിന്റെ കവാടം തുറന്നു കൊടുത്താലേ, വിശ്വാസത്തിന്റെ കവാടം തുറന്നു കൊടുത്താലേ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി വരൂ. അപ്പൊ ദൈവത്തിന്റെ സർവശക്തി, മഹാവല്ലഭത്വം മറിയത്തിന്റെ അനുസരണമായി കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. ഇത് ഇന്ന് നമുക്ക് വളരെ പ്രസക്തമായ ഒരു കാര്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഇന്ന് ദൈവം മാലാഖി അയക്കുന്നത് നമ്മുടെ മുമ്പിലേക്കാണ്. എന്തിനാ? നമ്മുടെ അനുസരണം ചോദിക്കുക. എന്തിന്? ഈ ലോകത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ അവനോട് സഹകരിക്കണം.
നമ്മുടെ അനുസരണം ദൈവം ആഗ്രഹിക്കുന്നു. എങ്കിലേ അവന് ലോകത്തെക്കുറിച്ചുള്ള പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അപ്പൊ ദൈവം സർവശക്തനാണെങ്കിലും അവന്റെ മാലാഖയെ അയച്ച് ആ മാലാഖ നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തുകയാണ്. എന്തിനെന്നറിയോ? നമ്മുടെ അനുസരണം ചോദിക്കാൻ. അപ്പോൾ ദൈവത്തിന്റെ സർവശക്തി, ദൈവത്തിന്റെ സർവ്വവല്ലഭത്വം നമ്മുടെ സമ്മതവുമായി, അനുസരണവുമായി, നമ്മുടെ അനുസരണം, നമ്മുടെ സമ്മതം, കൺസെന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. ദൈവം ഏകഛത്രാധിപതിയല്ല. നമ്മുടെ കൂടി സഹകരണത്തോടെ, നമ്മുടെ അനുസരണത്തോടെയാണ് അവന്റെ പദ്ധതി ഈ ലോകത്തിൽ പൂർത്തിയാക്കുക. അപ്പോൾ മഹാവല്ലഭിയായ കന്യക എന്ന് മറിയത്തെക്കൂടി പറയുമ്പോൾ ആ മഹാവല്ലഭിയായ കന്യകയായ മറിയം, ഇതാ ഞാൻ ദാസിയാണ്, ദൈവത്തിന്റെ അടിമയാണ്, നിന്റെ വചനബലിൽ സംഭവിക്കട്ടെന്ന് പറഞ്ഞിട്ട് അവള് ദൈവത്തിന് സമ്മതം കൊടുത്തു. ആ അമ്മയുടെ മക്കളാണ് നമ്മൾ. നമ്മൾ എത്ര വലിയവരാണെങ്കിലും നമ്മൾ ദൈവത്തിന്റെ ദാസനാണ്, ദാസിയാണ്, അടിമയാണ്. നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ, നിന്റെ പദ്ധതി പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ അനുസരണം കൊടുക്കുമ്പോൾ ഈ ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നമ്മിലൂടെ അവൻ പൂർത്തിയാക്കും. അത് ചെറിയ കാര്യമല്ലല്ലോ. അങ്ങനെ മറിയത്തിന്റെ മക്കളായി നമ്മൾ തീരും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ മറിയത്തിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനങ്ങളിൽ ഒന്ന് മറിയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ലോകത്തോട് പ്രഖ്യാപിക്കുക. മറിയത്തെക്കുറിച്ചുള്ള രഹസ്യം അറിഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഇതുകൊണ്ടാണ് മറിയത്തിലൂടെ പിതാവിങ്കിലേക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ കാരണം ഇതാണ്. ഇത് ബൈബിളിന്റെ വെളിച്ചത്തിലാണ്. അതിനാൽ ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്, തിരുവചന ജപമാല എന്ന പുസ്തകം വാങ്ങിച്ച്, വായിച്ച്, പ്രാർത്ഥിച്ച്, പഠിച്ച് അത് പ്രചരിപ്പിക്കുക. മറിയത്തിന് നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഏറ്റവും നല്ല സമ്മാനം ഇതായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചന ധ്യാനം ക്ലാസ് 38. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായമാണ്. നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. 3-ാമത്തെ അധ്യായം ദൈവമായി യാഹ്വേ സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. നമ്മൾ ഇന്നെല്ലാം കൂടി ചർച്ച ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു വാക്യത്തെക്കുറിച്ച് മാത്രമാണ് ധ്യാനിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ 3-ാമത്തെ അധ്യായത്തെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. നമുക്കറിയാം, 3-ാമത്തെ അധ്യായം വളരെ ഫേമസ് ആണ്. മനുഷ്യന്റെ പാപം അല്ലെങ്കിൽ അധപതനം, അത് അല്ലെങ്കിൽ മനുഷ്യന്റെ പതനം എന്ന് പറയുന്ന അധപതനം അവതരിപ്പിച്ചിരിക്കുന്ന അധ്യായമാണ് ഉൽപ്പത്തി 3. നിങ്ങൾ ചിലപ്പോഴെങ്കിലും ചില പണ്ഡിതന്മാരെ ക്ലാസ്സെല്ലാം കേൾക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെ അധ്യായങ്ങൾ മിത്തോളജിയാണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങളോട് പഠിപ്പിച്ചു കാണും. പ്രത്യേകിച്ചും ബൈബിൾ ക്ലാസ്സിൽ ഈ MTH മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ BTH അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുക്കുന്ന ആ സ്ഥലത്തൊക്കെ പലപ്പോഴും ഇതെല്ലാം മിത്തോളജിയാണ്, പുരാണമാണ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞു കാണും. അതല്ല എന്ന് ആദ്യം തിരിച്ചറിയാം. അല്ല. കത്തോലിക്ക സഭയുടെ മതബോധനം 390 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മനുഷ്യവംശത്തിന്റെ ആരംഭത്തിൽ ചരിത്രത്തിൽ സംഭവിച്ച സംഗതി. മനുഷ്യവംശത്തിന്റെ ആരംഭത്തിൽ ചരിത്രത്തിൽ സംഭവിച്ച സംഗതി. അപ്പൊ അത് മിത്തോളജി അല്ലല്ലോ, പുരാണമല്ലല്ലോ, ഐതിഹ്യമല്ലല്ലോ, കെട്ടുകഥയല്ലല്ലോ. മനുഷ്യവംശത്തിന്റെ ആരംഭത്തിൽ ചരിത്രത്തിൽ സംഭവിച്ച സംഗതി ആലങ്കാരികമായ ഭാഷാ സങ്കേതത്തിലൂടെ എഴുതിയിരിക്കുന്നത് ആലങ്കാരികമായ ഭാഷാ സങ്കേതത്തിലൂടെയാണ്. പക്ഷേ മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ, ആരംഭത്തിന്റെ ചരിത്രത്തിൽ സംഭവിച്ചതാണ്. അപ്പൊ എന്തിനാണ് ഈ ആലങ്കാരിക ഭാഷ സങ്കേതം ഉപയോഗിച്ചിരിക്കുന്നത്? എങ്കിലേ ചരിത്രത്തെ കവിഞ്ഞു പോകുള്ളൂ. ചരിത്രം രേഖപ്പെടുത്തുകയല്ല ബൈബിളിന്റെ ലക്ഷ്യം. ചരിത്രത്തിൽ സംഭവിച്ചതിന്റെ ദൈവശാസ്ത്രം, അതായത് എല്ലാ കാലത്തേക്കും അതെന്താണ് അർത്ഥമാക്കുന്നത്, അങ്ങനെ ചരിത്രത്തെ കവിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ആലങ്കാരിക ഭാഷ ഉപയോഗിച്ചത്. പക്ഷേ മനുഷ്യവംശത്തിന്റെ ആരംഭത്തിൽ ചരിത്രത്തിൽ സംഭവിച്ച സംഗതിയാണിത്. ഇത് കത്തോലിക്ക സഭയുടെ മതബോധനം 390 കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞ വചനം. തന്റെ ചരിത്രത്തിന്റെ ആരംഭത്തില് മനുഷ്യൻ തന്റെ സൃഷ്ടാവായ ദൈവത്തിനെതിരെ കലഹിച്ച് മറുതലിക്കുകയും ലോകത്തിലേക്ക് പാപവും ദുരിതവും കൊണ്ടുവരികയും ചെയ്തു. ഇതാണ് ഈ ഉൽപ്പത്തി 3-ാം അധ്യായത്തിന്റെ അതിന്റെ കേന്ദ്രത്തിലുള്ളത്. തന്റെ ചരിത്രത്തിന്റെ ആരംഭത്തിൽ മനുഷ്യൻ തന്റെ സൃഷ്ടാവായ ദൈവത്തിനെതിരെ കലഹിച്ച് മറുതലിച്ച് ലോകത്തിലേക്ക് പാപവും ദുരിതവും കൊണ്ടുവന്നു. ദൈവത്തെ പോലെയാകാനുള്ള അതിമോഹമാണ് ആദാമിന്റെ പാപത്തിന്റെ അടിത്തട്ടിലുള്ളത്. ഇപ്പോഴും നമ്മുടെ ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള പ്രലോഭനം എന്താണ്?
നമ്മുടെ എല്ലാവരും, എന്റെയും നിങ്ങളുടെയൊക്കെ ദൈവത്തെ പോലെയാകുക. എന്താണ് അങ്ങനെ ചിന്തിക്കുന്നത്? ദൈവം സർവശക്തനാണെന്നും ദൈവം ബോസ് ആണ്, ദൈവത്തിന് മുകളിൽ ഒരാളില്ലെന്നും ദൈവത്തെ പോലെ ആയാൽ ആരും അനുസരിക്കേണ്ടെന്നും നാം തെറ്റിദ്ധരിക്കുകയാണ്. അത് തെറ്റിദ്ധാരണയാണ്. ദൈവം അങ്ങനെയല്ല. ദൈവം മനുഷ്യനായപ്പോഴാണ് അവൻ ദാസനായിട്ട് വന്നേ, അടിമയായിട്ട് വന്നേ. അവനൊരു ശിശുവായിട്ടാണ് വന്നേ. മറ്റുള്ളവരുടെ ഇല്ലേ, ചിലപ്പോൾ ചോദിക്കും ഭഗവാനെ സംരക്ഷിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഹിന്ദുക്കൾ ചോദിക്കും. നമ്മുടെ ദൈവം വന്നത് ഒരു ശിശുവായിട്ടാണ്. സംരക്ഷിക്കണം. അവന്റെ അമ്മയും അവന്റെ അപ്പനൊക്കെയാണ് സംരക്ഷിക്കേണ്ടിയിരുന്നത്. അപ്പൊ ദൈവം സർവശക്തനായിട്ട് ഇല്ലേ, ഒരു ബോസ് ആയിട്ടല്ല വന്നത്. ഞാൻ നിങ്ങളുടെ ഇടയിൽ ദാസനായിരുന്നെന്നാണ് ദൈവം തന്നെ പറഞ്ഞത്. അടിമയായി, ദാസനായി, അങ്ങനെയാണ്. പക്ഷേ ആദം തെറ്റിദ്ധരിച്ചു. ദൈവം ദൈവമാണ്, അപ്പൊ ദൈവത്തെ പോലെ ആയാൽ എനിക്ക് അനുസരിക്കേണ്ടതില്ല. ഇപ്പൊ നമ്മൾ ഈ എറണാകുളം, അങ്കമാലി, അതിരൂപതയിലെ വൈദികരുടെ പ്രശ്നം പറയുന്നില്ലേ, അനുസരിക്കാൻ തയ്യാറല്ല. അവര് തങ്ങളെ തന്നെ ദൈവമാക്കി വെച്ചിരിക്കുക. അപ്പോൾ മാർപ്പാപ്പിയെയോ മെത്രാൻ സെനഡിനെയോ അംഗീകരിക്കാനോ അനുസരിക്കാനോ അവർ തയ്യാറല്ല. ഈ ആദാമിന് അതേ പ്രലോഭനത്തിൽ കിടക്കുകയാണ് അവര്. നമുക്ക് ഈ പ്രലോഭനമുണ്ട്. ആ പ്രലോഭനം ഉണ്ടെന്ന് അംഗീകരിക്കുകയും അതിനെ നമ്മൾ മറികടക്കുകയുമാണ് വേണ്ടത്. കർത്താവ് ഈശോയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 5-ാമത്തെ അധ്യായം ഹെബ്രായ ലേഖനം 5:8 അവൻ സഹനത്തിലൂടെ അനുസരണം പഠിച്ചു. അവൻ സഹനത്തിലൂടെ അനുസരണം പഠിച്ചു. യേശുവിനും അനുസരിക്കാൻ എളുപ്പമായിരുന്നില്ല. ഗെത്സമൻ തോട്ടത്തിൽ എന്ത് യുദ്ധമായിരുന്നു അപ്പനായിട്ട്, ദൈവമായിട്ട്. കഴിയുമെങ്കിൽ കാസ മാറ്റി തരുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പറഞ്ഞ് മാറ്റാൻ പറ്റില്ല. അപ്പനും മോനും തമ്മിൽ ഭയങ്കര ഇതായിരുന്നു, പിടിവലിയായിരുന്നു. അവസാനം അപ്പന്റെ മുമ്പിൽ മകൻ തോറ്റു കൊടുക്കുകയാണ്. അനുസരണം പഠിക്കുകയാണ് മകൻ സഹനത്തിലൂടെ. ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ അനുസരണം എന്ന് പറയുന്നത് ഒരു സഹനമാണ്, എളുപ്പമല്ല. പക്ഷെ ആ അനുസരണത്തിലൂടെയാണ് നാം ദൈവത്തിന്റെ മക്കളാകുക. പക്ഷെ അതിന് തയ്യാറായില്ല ആദാം ദൈവത്തെ പോലെ ആകാമെന്നുള്ള വ്യാമോഹത്തില് ദൈവത്തെ ധിക്കരിച്ചു. അങ്ങനെ ദൈവത്തെ പോലെ ആകാനുള്ള അതിമോഹം അല്ലെങ്കിൽ വ്യാമോഹം അല്ലെങ്കിൽ ദുർമോഹം, അതാണ് ആദാമിന്റെ പാപത്തിന്റെ അടിത്തറ അല്ലെങ്കിൽ അടിത്തട്ടിലുള്ളത്. താൻ തന്നെ ദൈവമായാൽ നന്മയും തിന്മയും നീതിയും അനീതിയും സത്യവും അസത്യവും തനിക്ക് തന്നെ നിശ്ചയിക്കാമെന്നും മറ്റൊരു അധികാരത്തിന് മുമ്പിൽ തല കുനിക്കേണ്ടെന്നും ആദ്യ മനുഷ്യൻ വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നു. സ്വയം സ്രഷ്ടാവാകാനുള്ള പ്രലോഭനം നാം എല്ലാവരിലുമുണ്ട്. അതുകൊണ്ടാണ് ചിലർ ദൈവമില്ലെന്ന് പറഞ്ഞ് നടക്കണേ. കമ്മ്യൂണിസ്റ്റുകാര്, നിരീശ്വരന്മാര്, യുക്തിവാദികള്. അതായത് ദൈവം ഉണ്ടെങ്കിൽ അവൻ അനുസരിക്കാന്നുള്ളത് പറയുന്നത് ഈ സ്വയം ദൈവമായിട്ട് പ്രതിഷ്ഠിച്ചവർക്ക് ബുദ്ധിമുട്ടാണ്. സ്വയം താൻ ചെറുതാണ്, താൻ മനുഷ്യനാണ് എന്ന് വിചാരിക്കുന്നവർക്ക് അനുസരണം അത്ര വലിയ പ്രയാസമില്ല. എങ്കിലും സഹനം തന്നെ. പക്ഷേ എനിക്ക് മുകളിൽ ദൈവം വേണ്ട, ഞാൻ നിശ്ചയിക്കും ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന്, ഞാൻ നിശ്ചയിക്കും പ്രപഞ്ചം എന്താണ് എന്തല്ല, നന്മ തിന്മ, നീതി സത്യം, നീതി അനീതി, സത്യം അസത്യം, ഇതൊക്കെ ഞാൻ നിശ്ചയിക്കും എന്ന ഒരു ധാരണ വരുമ്പോൾ ദൈവത്തെ അംഗീകരിക്കാൻ പ്രയാസമാണ്. അപ്പൊ ഈ ധാർമ്മികത പോലും അതായത് ഒലിച്ചു പോകുന്നതിന് കാരണം ദൈവത്തെ ഓരത്തേക്ക് മാറ്റി നിർക്കുകയാണ്. ദൈവം ഒരു ശല്യക്കാരനായിട്ട് തോന്നുമ്പോൾ ദൈവത്തെ മാറ്റി നിർത്തുന്നു. പിന്നെ തെറ്റും ശരിയൊക്കെ ആരാ നിശ്ചയിക്കുക? നമ്മൾ തന്നെ. ഇപ്പൊ നമ്മൾ ചെറുപ്പക്കാരെ കണ്ടിട്ടില്ലേ, കൊലപാതകം ചെയ്തിട്ടും ഒരു പ്രയാസമില്ല. ഈ സ്നേഹിക്കാൻ വിസമ്മതിക്കുന്ന കാമുകിയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ച് നടക്കാൻ എന്തൊരു ക്രൂരതയാണത്. അപ്പൊ അവനാണ് തെറ്റും ശരി നിശ്ചയിക്കണേ. ഞാൻ നിശ്ചയിക്കും തെറ്റും ശരിയും. അതായത് ദൈവത്തെ മാറ്റി നിർത്തിയാൽ പിന്നെ തെറ്റും ശരിയും നിശ്ചയിക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയാകും, നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും. എനിക്ക് തോന്നിയ പോലെ നടക്കും, ചിലപ്പോൾ തുണിയില്ലാണ്ട് നടക്കും, ചിലപ്പോൾ തുണി ഉണ്ടായിട്ട് നടക്കും എന്നൊക്കെ പറയുന്നവർക്ക് അവര് ശരിക്കും ഈ സാത്താന്റെ കെണിയിലാണ്. കാരണം മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയോ സ്നേഹമോ പരിഗണനയോ കരുതലോ അവർക്കില്ല. ഇതിനേക്കാൾ സ്വാർത്ഥപരമായിട്ട് ചിന്തിക്കാൻ കഴിയില്ല. സ്നേഹത്തിന്റെ നേർ വിപരീതമാണത്. ഈ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുകയും സമൂഹത്തിലെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ഒരു വിലയും കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മിക്ക തിന്മകളുടെയും ഉറവിടം അവിടെയാണ്. അപ്പോൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവമായിട്ടുള്ള നമ്മളിപ്പം കുടുംബത്തിൽ എങ്ങനെയാണ്, മാതാപിതാക്കളെ അനുസരിച്ചല്ലേ നമ്മൾ വളരുക. അങ്ങനെയല്ലേ ഈ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആ ബന്ധം അതൊരു അടിമത്തമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? സ്നേഹിക്കുന്ന അപ്പനും അമ്മയ്ക്കും വിധേയപ്പെടുന്നത് അടിമത്തമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം അവന്റെ മക്കളാണ്, അവൻ നമ്മുടെ ദൈവമാണ്, പിതാവാണ്. അങ്ങനെ ഒരു സ്നേഹബന്ധത്തിൽ വളരണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷേ
അപ്പനെ ഇല്ലേ, സ്രഷ്ടാവിനെ ലംഘിച്ച് അപ്പന്റെ മുകളിൽ കയറാനായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു മനുഷ്യൻ. ഇതാണ് സംഭവിച്ചത്. തീർച്ചയായിട്ടും മനുഷ്യനിൽ ഈ പ്രലോഭനം കുത്തിവെച്ചതും ജനിപ്പിച്ചതും പിശാചാണ്. വീണുപോയ മാലാഖമാരാണ് പിശാചുക്കളായി മാറിയത് എന്ന് നമ്മുടെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. 2 പത്രോസ് 2:4 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പാപം ചെയ്ത മാലാഖമാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാത്തിരിക്കാൻ ഏൽപ്പിച്ചു. പാപം ചെയ്ത മാലാഖമാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാത്തിരിക്കാൻ ഏൽപ്പിച്ചു. ഇത് നമ്മുടെ വേദപുസ്തകത്തിലുള്ളതാ, 2 പത്രോസ് 2:4. അപ്പോൾ വീണുപോയ മാലാഖമാരാണ് പിശാചുക്കളായി മാറിയത്. കത്തോലിക്ക സഭയുടെ മതബോധനം 391 ഇത് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ മനുഷ്യനിൽ പ്രലോഭനം കുത്തിവെച്ചത് ജനിപ്പിച്ചത് പിശാചാണ്. ദൈവത്തെ ധിക്കരിക്കുക, ദൈവത്തെ ധിക്കരിക്കുക, ദൈവത്തെ ഇല്ലേ, നീ ദൈവത്തെ പോലെയാകും. ഇപ്പോ ഞാൻ ഉദാഹരണം പറയുന്നത് ഇപ്പൊ ഒരു അങ്ങനത്തെ സംഭവം നടക്കുന്നതുകൊണ്ടാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയില് ഈ വിമത വൈദികരും മുന്നേറ്റക്കാരും അവരുടെ മുമ്പിൽ പിശാജ് ഇങ്ങനെ വന്ന് അവരുടെ മനസ്സിൽ ഇങ്ങനെ കുത്തിവെക്കുകയാണ്: മാർപ്പാപ്പയെ ധിക്കരിക്കുക, മാർപ്പാപ്പയെ ധിക്കരിക്കുക, മെത്രാൻസിനെ ധിക്കരിക്കുക, നിങ്ങൾക്ക് സ്വതന്ത്ര സഭയാകാം, നിങ്ങൾക്ക് സ്വതന്ത്ര സഭയാകാം, ദൈവമില്ലാത്ത മാർപ്പാപ്പയില്ലാത്ത അതിന്റെ ഒരു സ്വതന്ത്ര സഭയാകാം, നിങ്ങൾ ആരുടെയും കീഴിലാകില്ല. ഈ പാമ്പിന്റെ ആദ്യ സർപ്പത്തിന്റെ പ്രലോഭനത്തിൽ വീണു പോയിരിക്കുകയാണ് നമ്മുടെ വിമത വൈദികരും മുന്നേറ്റക്കാരും. അവരത് തിരിച്ചറിയുന്നില്ല. അത് അവർക്ക് തിരിച്ചറിവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ദൈവം മനുഷ്യനുമായി ഉണ്ടാക്കിയ മൗലിക ഉടമ്പടി 2-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങളിൽ പറഞ്ഞിരുന്നു. അതായത് എന്താണ് മൗലിക ഉടമ്പടി? ഈ 2-ാമത്തെ അധ്യായം ഈ ഉൽപ്പത്തി പുസ്തകം 2:16 നമ്മൾ കണ്ടതാണ്. അവിടെയാണ് മൗലികമായി ഉടമ്പടി കിടക്കുന്നത്. അത് പുരുഷനും സ്ത്രീയും ലംഘിച്ചതോടെ ഉളവായ ഇമ്മീഡിയറ്റ് ഇല്ലേ, തൽക്ഷണമുണ്ടായ ഫലം ലജ്ജയാണ്. ഉൽപ്പത്തി 3:7. സ്പർദ്ധയാണ്. ലജ്ജ, സ്പർദ്ധ 3:12. സഹനം ഉൽപ്പത്തി 3:16-17. പിന്നെ 4-ാമത്തത് കർത്താവിൽ നിന്നുള്ള അകൽച്ച. അപ്പോൾ പുരുഷനും സ്ത്രീയും ദൈവം മനുഷ്യനുമായി ഉണ്ടാക്കിയ മൗലിക ഉടമ്പടി അത് ലംഘിച്ചപ്പോൾ, ആ ഉടമ്പടി ലംഘിച്ചു കഴിഞ്ഞപ്പോൾ പുരുഷനും സ്ത്രീക്കും സംഭവിച്ചത് ഈ 4 പ്രധാനപ്പെട്ട സംഗതികളാണ് സംഭവിച്ചത്. ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ലജ്ജയാണ്. ഈ 2:16-17 എന്ന് പറഞ്ഞത് വേണമെങ്കിൽ നമുക്കൊന്ന് അത് വായിക്കാം. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ യാഹ്വേ മനുഷ്യനെ അവിടെയാക്കി. ദൈവമായ യാഹ്വേ മനുഷ്യനോട് കൽപ്പിച്ചു: തോട്ടത്തിലെ സകല വൃക്ഷങ്ങളും ഫലം നീ ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ഇതായിരുന്നു മൗലികമായിട്ടുള്ള ഉടമ്പടി. ദൈവവും മനുഷ്യനും തമ്മിലുള്ള മൗലിക ഉടമ്പടി എന്ന് പറയുന്നത് ഇതായിരുന്നു. അത് ലംഘിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യന്, പുരുഷനും സ്ത്രീക്കും ലജ്ജ, സ്പർദ്ധ, സഹനം, കർത്താവിനുള്ള അകൽച്ച, ഇങ്ങനെ 4 പെട്ടെന്നുള്ള 4 ഫലങ്ങളുണ്ടായത്. ദുരന്ത ഫലങ്ങൾ, ദൂഷ്യഫലങ്ങൾ. ലജ്ജ ഉൽപ്പത്തി 3:7, സ്പർദ്ധ 3:12, സഹനം ഉൽപ്പത്തി 3:16-17, കർത്താവിനുള്ള അകൽച്ച ഉൽപ്പത്തി 3:23-24. അതിന് ശാശ്വതമായി തെറ്റ അനുഭവം എന്താണ്? ഇത് പെട്ടെന്നുണ്ടായ ഇല്ലേ, തൽക്ഷണ ഫലമാണ്, ദൂഷ്യഫലമാണ് ഈ 4 അതിന്റെ ശാശ്വതമായി തെറ്റ അനുഭവം എന്താണ്? മരണവും ഉൽപ്പത്തി 3:19, പാപത്തിലേക്കുള്ള ചായ്ച്ചിലും ഉൽപ്പത്തി 6:5, പാപത്തിലേക്കുള്ള ചായ്വ്. മനുഷ്യവംശം എന്ന കുടുംബത്തിലേക്ക് ഇത് പകർന്നു നൽകപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ 3-ാമത്തെ ഒരു ദുരന്ത ഫലം. ഇത് ആദ്യത്തെ മാതാപിതാക്കൾക്ക് മാത്രമല്ല, മനുഷ്യവംശം എന്ന കുടുംബത്തിലേക്ക് മുഴുവൻ പകർന്നു നൽകപ്പെട്ടു. കത്തോലിക്ക സഭയുടെ മതബോധനം 390-400. മനുഷ്യവംശത്തിൽ നിന്ന് വിശുദ്ധീകരിക്കുന്ന വരപ്രസാദം കവർച്ച ചെയ്യപ്പെട്ടെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഈ പാപാവസ്ഥയാണ് ഉത്ഭവ പാപം എന്ന് വിളിക്കുന്നത്. റോമാലേഖനം 5:12. ആദ്യ മനുഷ്യൻ മറ്റെല്ലാ മനുഷ്യർക്കും മാനദണ്ഡമായിരുന്നതിനാൽ അവനിൽ മനുഷ്യവംശം മുഴുവൻ സന്നിഹിതമായിരുന്നു. അതിനെയാണ് സംഘാത വ്യക്തിത്വം, കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്ന് ബൈബിൾ വിളിക്കുന്നത്. ബൈബിളല്ല, ദൈവശാസ്ത്രന്മാർ വിളിക്കുന്നത്. അക്കാരണത്താൽ അവന്റെ ആദ്യ മനുഷ്യന്റെ പാപത്തിന്റെ ഫലം മനുഷ്യവംശത്തിലാകെ വ്യാപിച്ചു. ഞാനിതൊരു ആദ്യ മനുഷ്യൻ മറ്റെല്ലാവർക്കും മാനദണ്ഡം പറഞ്ഞല്ലോ. ഞാൻ പെട്ടെന്നൊരു ശാസ്ത്രീയമായിട്ടുള്ള ഉദാഹരണം പറയാം. ശാസ്ത്രം ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. വിശ്വാസികൾക്ക് ഇല്ലേ, ശാസ്ത്രം നിഷേധിക്കേണ്ട കാര്യമില്ല, പക്ഷെ ശാസ്ത്രം വേണം നിർബന്ധമില്ല.
ഞാൻ ശാസ്ത്രീയമായി ചിന്തിക്കുന്നവർക്ക് വേണ്ടി പറയാണ്. പരിണാമ സിദ്ധാന്തം എടുക്കുക. അതാണ് ശാസ്ത്രീയമായിട്ട് മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പല യൂണിവേഴ്സിറ്റിയും പഠിപ്പിക്കുന്നത്. അതൊരു സിദ്ധാന്തം മാത്രമാണ്, തെളിയിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും അത് പഠിപ്പിക്കുന്നു. അങ്ങനെ അത് ശരിയാണെന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയാണ്, ഈ ശാസ്ത്രം അനുസരിച്ച് ആദ്യ മനുഷ്യന്റെ അപ്പൻ ആരാ? ശാസ്ത്രം പഠിപ്പിക്കുന്ന പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ഈ ആദ്യ മനുഷ്യന്റെ അപ്പൻ ആരാ? ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ഈ പരിണാമ സിദ്ധാന്തം അനുസരിച്ച്, ശാസ്ത്രീയ സിദ്ധാന്തം എന്നും വിചാരിക്കുന്ന പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ആദ്യ മനുഷ്യന് ഒരു മാനുഷിക പിതാവ് ഉണ്ടായിരുന്നോ? ആദ്യ മനുഷ്യന് ഇല്ല. അപ്പൊ ഈ ആദ്യ മനുഷ്യൻ ഒരു മാനദണ്ഡമാണ്. അവന് മാനുഷിക പിതാവില്ല, അവന്റെ മക്കളൊക്കെ മനുഷ്യരാകാൻ ജനിച്ചവരാണ്. ആദ്യ മനുഷ്യൻ ഒരു മാനദണ്ഡമാണ്, അവന് മാനുഷിക പിതാവില്ല, പക്ഷേ അവന്റെ മക്കളൊക്കെ മനുഷ്യരാകാൻ വേണ്ടി ജനിക്കുന്നവരാണ്. ഇതിനെയാണ് മാനദണ്ഡം എന്ന് പറയണേ. അപ്പോൾ ഈ ആദ്യ മനുഷ്യനിൽ മറ്റെല്ലാ മനുഷ്യരും അവിടെ ഉൾച്ചേർന്നിട്ടില്ലേ? അതുകൊണ്ടല്ല അവന്റെ മക്കൾ മനുഷ്യരാകുന്നത്. ഇതേ നമുക്കൊരു ഡൈഗ്രഷൻ, ഒരു വിഷയത്തിൽ നിന്ന് അല്പം വ്യതിചലിക്കുകയാണ്. ഇതേ മാനദണ്ഡം അവസാനത്തെ മനുഷ്യനെ കൊടുത്തു നോക്കുക. ആരാണ് അവസാനത്തെ മനുഷ്യൻ? ഈശോ മിശിഹ. എന്തുകൊണ്ട് അവസാനത്തെ മനുഷ്യനെ പറയണേ? അവൻ ദൈവ മനുഷ്യനായ ആളാണ്. അതായത് ഒമേഗയിൽ നിൽക്കുന്ന, ആൽഫയിലും ഒമേഗയിലും നിൽക്കുന്ന ഒമേഗ പോയിന്റ് ആയിരിക്കുന്ന ദൈവം, ആ ദൈവം മനുഷ്യനായി വന്നവനാണ്. അതുകൊണ്ട് അവസാനത്തെ മനുഷ്യൻ ഈശോ മിശിഹയാണ്. അവന് മാനുഷിക പിതാവുണ്ടോ? ഇല്ല. പക്ഷെ അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവരൊക്കെ ദൈവമക്കളല്ലേ? അതെ. യോഹന്നാൻ 1:12-13 തന്നെ കൈക്കണ്ടവർക്ക്, തന്നിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവൻ ദൈവമക്കളാകാൻ അധികാരം നൽകി. അവർ ജനിച്ചത് രക്തങ്ങളിൽ നിന്നോ മാനുഷിക ഇച്ഛയിൽ നിന്നോ പുരുഷനിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. അപ്പോൾ ഈ യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അവൻ മാനദണ്ഡമായതിനാൽ ദൈവമക്കളാകാൻ കഴിവുണ്ട്. അപ്പൊ രണ്ട് മനുഷ്യരാണ് മാനദണ്ഡം. ഒന്ന് ആദാം, മറ്റൊന്ന് അവസാനത്തെ ആദാമായ ഈശോ. രണ്ടുപേരും മാനദണ്ഡമായിരിക്കുന്നതിന് കാരണം രണ്ടുപേർക്ക് മാനുഷിക പിതാക്കന്മാരില്ല. എന്നാൽ അവരോട് ബന്ധപ്പെട്ടിരിക്കുന്നവര് ഒരു പ്രത്യേക ഗണത്തിലേക്ക് പെടുന്നു. ഈശോയോട് ബന്ധപ്പെട്ടിരിക്കുന്നത് ദൈവമക്കള്, ആദാമിനോട് ബന്ധപ്പെട്ടിരിക്കുന്നവര് പാപത്തിന്റെ മക്കള്. ഇതിനെയാണ് ഉത്ഭവം എന്ന് പറയണേ, റോമാലേഖനം 5:12. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യ മനുഷ്യൻ ആദാം മറ്റെല്ലാ മനുഷ്യർക്കും മാനദണ്ഡമായിരുന്നതിനാൽ അവനിൽ എല്ലാ മനുഷ്യരും, മനുഷ്യവംശം മുഴുവൻ അവനിൽ ഒരു പൊട്ടൻഷ്യലായിട്ട് സന്നിഹിതരായിരുന്നു. അതിനെയാണ് സംഘാത വ്യക്തിത്വം, കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്ന് ദൈവശാസ്ത്രന്മാർ വിളിക്കുന്നത്. അക്കാരണത്താൽ ആദ്യ മനുഷ്യന്റെ പാപത്തിന്റെ ഫലം മനുഷ്യവംശത്തിൽ ആകെ വ്യാപിച്ചു. ചുരുക്കത്തില് മനുഷ്യനിൽ ദൈവഛായ വികൃതമായി. മനുഷ്യൻ സ്വാഭാവിക ദൈവഛായയ്ക്ക് കോട്ടം വന്നില്ല. രണ്ടു തരം ഛായയുണ്ട് ഇല്ലേ? സ്വാഭാവിക ദൈവഛായയുണ്ട്, പിന്നെ ധാർമ്മിക ദൈവഛായയുണ്ട്. ഈ സ്വാഭാവിക ദൈവഛായയ്ക്ക് കോട്ടം വന്നില്ല, എന്നാൽ ധാർമ്മിക ദൈവഛായ കളങ്കപ്പെട്ടു. സ്വാഭാവിക ദൈവഛായ നിലനിന്നു. ഇതാണ് ആദ്യ മനുഷ്യന്റെ പാപം മൂലം മനുഷ്യവംശത്തിന് മുഴുവൻ സംഭവിച്ചത്. ഈ ഉത്ഭവപാപത്തോടൊപ്പം വന്ന ഒരു സംഗതിയാണ് വിഷയലമ്പടത്വം എന്ന് പറയും മലയാളത്തില്. കോൺകുപ്പിഷൻസ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, കോൺകുപ്പിഷൻസ്. ശരിക്കും പറഞ്ഞാൽ വിഷയലമ്പടത്വം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാ പാപച്ചാച്ചിലുകളും, പാപത്തിൽ ചാഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്ക്. അത് മനുഷ്യവംശത്തിന് മുഴുവനുണ്ട്. റോമാലേഖനം 7:23 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നാം എല്ലാവരും ഈ പാപാവസ്ഥയിലേക്കാണ് പിറന്നു വീഴുന്നത്. ഉത്ഭവം മുതലേ ഞാൻ പാപിയാണ് എന്ന സങ്കീർത്തനത്തില് ദാവീദ് പറയുന്നു, സങ്കീർത്തനം 51:7. ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയിലും മനുഷ്യരുടെ അക്രമവാസനയിലും ജീവിക്കാൻ മനുഷ്യൻ ഇതോടെ വിധിക്കപ്പെടുകയാണ്. എങ്കിലും മനുഷ്യൻ നിരാശത്തിലേക്ക് വീഴേണ്ട കാര്യമില്ല. ആത്യന്തികമായി സ്ത്രീയുടെ സന്തതിയായ മനുഷ്യൻ സാത്താന്റെ തല തകർക്കാനിരിക്കുന്നുവെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി 3:15 ഹെബ്രായ ലേഖനം 5:9. അതിനർത്ഥം നാം ഇപ്പോൾ ജനിക്കുന്നത് ദൈവമക്കളായിട്ടല്ല എന്നും, ദൈവമക്കളാകണമെങ്കിൽ വീണ്ടും ഒരു ജനനം, ഒരു ആത്മീയ ജനനം, ആത്മാവിലും വെള്ളത്തിലുമുള്ള പുതുജനനം അത് വേണമെന്നുമാണ്. അതിനെയാണ് മാമോദീസ എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു നിക്കോദെമസിനോട് പറഞ്ഞത്, നീ പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണില്ല. അനോഥൻ എന്ന വാക്കാണ് യേശു ഉപയോഗിച്ചത്. പക്ഷേ നിക്കോദെമസ് തെറ്റിദ്ധരിച്ചു, വീണ്ടും ജനിക്കാന്ന് തെറ്റിദ്ധരിച്ചു. അപ്പോൾ നിക്കോദെമസ് പറഞ്ഞു, അത് ഇച്ചിരി പ്രയാസമാണല്ലോ, വീണ്ടും ജനിക്കുക എന്നുള്ളത് പ്രയാസമാണല്ലോ, ഞാൻ അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ പറ്റുമോ? കർത്താവ് വിശ്വമിശിഹ പറഞ്ഞു, ഞാനത് ഉദ്ദേശിച്ചില്ല. ഞാൻ ഉദ്ദേശിച്ചത് എബാവ്, എഗെയിൻ എന്നല്ല, എബാവ്, ഉന്നതം എന്നാണ്. അതായത് വെള്ളത്തിലും ആത്മാവിലും, ഉന്നതത്തിൽ നിന്ന് ആത്മാവ്
താഴെ നിന്നുള്ള വെള്ളം, ഇത് രണ്ടിലും കൂടി ജനിക്കുക, പുതുതായി ജനിക്കുക. അങ്ങനെ പുതുതായി ജനിച്ചാലേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആത്മാവിലും വെള്ളത്തിലും പുതുതായി ജനിക്കണം. വീണ്ടും ജനിക്കുകയല്ല, പുതുതായി ജനിക്കണം. ഈ നിക്കതമസ് അനോത്തര എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. എഗെയിൻ എന്ന അർത്ഥമുണ്ട്, എബാവ് എന്ന അർത്ഥമുണ്ട്, വീണ്ടും എന്ന അർത്ഥമുണ്ട്, ഉന്നതം എന്ന അർത്ഥമുണ്ട്. നിക്കതമസ് തെറ്റിദ്ധരിച്ചതാണ് വീണ്ടും. കർത്താവ് അവനെ തിരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ വീണ്ടും എന്നല്ല ഉദ്ദേശിച്ചത്, ഉന്നതം എന്നാണ്. പരിശുദ്ധാത്മാവിനുള്ള മറ്റൊരു പര്യായ പദമാണ് ഉന്നതം. ഉന്നതത്തിൽ നിന്ന് വീണ്ടും ജനിക്കണം, ഉന്നതത്തിൽ നിന്ന് പുതുതായി ജനിക്കണം, വീണ്ടും അല്ല പുതുതായി ജനിക്കണം. ഈ നിക്കതമസ് വീണ്ടും ജനിക്കണം എന്ന് ഇങ്ങനെ ഈശോയുടെ വാക്കുകൾ തെറ്റിദ്ധരിച്ചു. അങ്ങനെ തെറ്റിദ്ധരിച്ച ഒരു കൂട്ടം ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്, ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്. നിങ്ങൾ വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞ് നടക്കണം. കത്തോലിക്കരെല്ലാവരും നരകത്തിൽ പോകും, കാരണം അവർ വീണ്ടും ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അവര് നിക്കതമസിന്റെ ആളുകളാണ്. കർത്താവ് നിക്കതമസിനെ തിരുത്തി, നിക്കതമസ് തിരുത്താൻ തയ്യാറായി. ഈ ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് ഇതുവരെയും കർത്താവിന്റെ വാക്കുകൾ കേട്ടിട്ടില്ല, തിരുത്താൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് കത്തോലിക്കർ മുഴുവൻ നരകത്തിൽ പോകും. കാരണം ഒഴുകുന്ന വെള്ളത്തില്, പമ്പയിലെ വെള്ളത്തിൽ അയ്യപ്പന്മാർ കുളിക്കുന്നവർ കുളിച്ചില്ലെങ്കിൽ കത്തോലിക്കർ മുഴുവൻ നരകത്തിൽ പോകുന്നു പറഞ്ഞ് നടക്കണേ. അത് കേട്ട് വിച്ഛേദിക്കാനായിട്ട് കോന്തന്മാരായ മണ്ടന്മാരായ കുറച്ച് കത്തോലിക്കരുണ്ട്. അവരാണ് ഈ കത്തോലിക്ക സഭ വിട്ട് അങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാനുള്ള ബുദ്ധിയും ബോധം ഈ മണ്ടന്മാരായ കത്തോലിക്കർക്ക് ഇല്ലതാനും. എന്നിട്ട് അവരും വീട് വീടാന്നും കയറി ഇറങ്ങി പമ്പയിൽ പോയി കുളിക്കൂ എന്നും പറഞ്ഞ് സ്നാപയോഹന്നാന്റെ സ്നാനം സ്വീകരിക്കാൻ വേണ്ടി നടക്കുക. സ്നാപയോഹന്നാന്റെ സ്നാനമാണ് പുഴയിലെ സ്നാനം, നദിയിലെ സ്നാനം. അത് യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരുക്ക സ്നാനമാണ്, പ്രിപ്പറേറ്ററി ബാപ്റ്റിസം. കർത്താവിന്റെ മാമോദിസ എന്ന് പറഞ്ഞത് അവന്റെ ജീവജലത്തിലാണ്, അവന്റെ പാർശ്വത്തിൽ നിന്നൊഴുകിയ ജീവജലം, ആ ജീവരക്തം. അതുകൊണ്ടാണ് 3 കൂതാശ ഒരുമിച്ച് കൊടുക്കണം എന്ന് പറയണേ. അതും എറണാകുളത്ത് ഇതുവരെ നടപ്പായിട്ടില്ല. 3 കൂതാശകൾ ഒരുമിച്ച് കൊടുക്കണം. കാരണം എന്താണ്? കർത്താവിന്റെ വിലാവിൽ നിന്ന് പുറപ്പെട്ട ആ ജീവജലത്തിലും ആ ജീവരക്തത്തിലും മാമോദിസയും കുർബാനയും ഒരുമിച്ച്, അപ്പോഴാണ് കർത്താവിന്റെ പാർശ്വത്തിൽ ഒട്ടിക്കപ്പെടുക. അപ്പോൾ കർത്താവ് ഊതി ആത്മാവിന് നൽകുന്നു. ഇതാണ് സ്ഥൈര്യലേപനം. അപ്പോൾ ജീവജലം ഇല്ലേ, ശ്വാസം, ജീവരക്തം, ഇത് 3ഉം കൂടി ചേരുമ്പോഴാണ് കർത്താവിന്റെ പാർശ്വത്തിൽ തോമാസ്ലിക ഒട്ടിച്ച് ചേർക്കപ്പെട്ടതുപോലെ നമ്മൾ ഒട്ടിച്ച് ചേർക്കപ്പെടുക. അങ്ങനെ ചെയ്താലേ ഈ ഉത്ഭവപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും നമുക്ക് മാറ്റം കിട്ടൂ. ഇത് ബൈബിളാണ്. ഇതിന്റെ തുടക്കമാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു പശ്ചാത്തലം ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഓരോ വാക്കുകളും ഒക്കെ എടുത്ത് നമുക്ക് ധ്യാനിക്കാം. പക്ഷേ ഈ പൊതുവായ പശ്ചാത്തലം നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. ഇല്ലെങ്കിൽ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ, ഈ പ്രത്യേകിച്ചും ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ആദ്യത്തെ 11 അധ്യായങ്ങള് ഈ സത്യം പറഞ്ഞാല് ഉത്ഭവപാപത്തിന്റെ 9 വേരുകളെ കുറിച്ചാണ്. അപ്പൊ ഈ വേരുകൾ തിരിച്ചറിഞ്ഞാലാണ് നമുക്ക് പാപമെന്തെന്ന് തിരിച്ചറിഞ്ഞാലാണ് പാപത്തിന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തിരിച്ചറിയാം. അതിനാൽ ഇത് വളരെ 2, 3, 4 പ്രാവശ്യമൊക്കെ നിങ്ങൾ ഇത് കേൾക്കുമെന്നുള്ള പ്രത്യാശയിലാണ് ഞാൻ അത് പറയുന്നത്. ഇത് പഠിക്കണം. എന്നിട്ട് ഈ നമ്മളോട് തെറ്റായ കാര്യങ്ങൾ പറയാൻ വരുന്നവർക്ക് ഈ ശരിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ സത്യത്തിലേക്ക് ആനയിക്കണം. അങ്ങനെ കർത്താവിന്റെ രക്ഷ ആസ്വദിക്കാനായിട്ട് അവരെയും ഒരുക്കണമെന്ന് ആഹ്വാനം ചെയ്യാണ്, അപേക്ഷിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. അച്ഛന്റെ വായിൽ വെള്ളം വറ്റിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാച്ചോ? ഈ വിമതർക്കും വട്ടോളിക്കും മുന്നേറ്റക്കാർക്കും മാറ്റം വരുമെന്നും അവർ സത്യം തിരിച്ചറിയുമെന്നും സഭയുടെ ബോധ്യങ്ങളോടുകൂടെ ഉറച്ചു നിൽക്കുമെന്നും അച്ഛൻ വിചാരിക്കുന്നുണ്ടോ? അവര് സത്യം തിരിച്ചറിയുന്നതുവരെ ഞാൻ സത്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം അവര് സത്യത്തിലേക്ക് വരും എന്ന് തന്നെയാണ് എന്റെ ഉറച്ച ബോധ്യം. ഇനി വന്നാലും വന്നില്ലെങ്കിലും ഇത് പറയുക എന്നുള്ളത് കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്. എസക്കിയേൽ യഹസ്കേൽ പ്രവാചകനോട് പറഞ്ഞതുപോലെ, നീ ഇത് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കുറ്റം വിധിക്കും, പറഞ്ഞിട്ടും കേട്ടില്ലെങ്കിൽ അവരെ ഞാൻ കുറ്റം വിധിച്ചോളാം. അപ്പോൾ കർത്താവിന് മുമ്പിലുള്ള എന്റെ ഉത്തരവാദിത്വം, കടമയാണ് ഈ സത്യം പറയാൻ. ഇന്ന് വിശേഷിച്ച് ഒരു പ്രധാനപ്പെട്ട സത്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. വട്ടോളി രാജിവെക്കാനായിട്ട് പറഞ്ഞ 6ാമത്തെ കാരണം, അതിൽ ആദ്യത്തെ 6ാമത്തെ കാരണത്തിൽ ഒരു പാരഗ്രാഫാണത്. അതിലത്തെ ആദ്യത്തെ 2 വചനങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ വായിക്കുന്നതും ഉത്തരം കൊടുക്കുന്നതും. അൾത്താരാഭിമുഖ കുർബാന, വട്ടോളി പറയാണ്, അൾത്താരാഭിമുഖ കുർബാന നടപ്പിലാക്കിയ രീതി അത്രയും
അധാർമികവും ഇമ്മോറല്, വഞ്ചന നിറഞ്ഞതുമാണ്. അതൊരിക്കലും അംഗീകരിക്കാവുന്നതല്ല. ഏകപക്ഷീയമായി, ഏകാധിപത്യപരമായി, ധാർഷ്ട്യത്തോടെ, ധിക്കാരത്തോടെ അടിച്ചേൽപ്പിച്ചതായിരുന്നു. 2000 വർഷങ്ങൾക്കപ്പുറത്തേക്ക് സീറോ മലബാർ സഭയെ പിന്നോട്ടടിപ്പിച്ചു ആ തീരുമാനം. ഈ വട്ടോളിയുടെ ഈ ആരോപണത്തില് പ്രസാദാത്മകമായ ഒരു സംഗതിയുണ്ട്. 2000 വർഷങ്ങൾക്കപ്പുറത്തേക്ക് സീറോ മലബാർ സഭയെ കൊണ്ടുപോയി പിന്നോട്ടടിപ്പിച്ചു മെത്രാന്മാരുടെ തീരുമാനം. അങ്ങനെ സംഭവിച്ചെങ്കിൽ അത് ഗംഭീരമായി, എത്ര നന്നായി. ഉറവിടങ്ങളിലേക്ക് മടങ്ങുക എന്നാണ് രണ്ടാമത്തെ സൂനദോസ് പറഞ്ഞത്, ഉറവിടങ്ങളിലേക്ക്. അപ്പൊ 2000 സംവത്സരങ്ങൾ പുറകോട്ട് എന്ന് പറഞ്ഞാൽ ഈശോയുടെ കാലയളവിലേക്ക്, ഈശോ എന്ന ഉറവിടത്തിലേക്ക് സീറോ മലബാർ സഭയുടെ മെത്രാൻസിനെ നമ്മെ കൊണ്ടുപോയെന്നാണ്. അത് ഗംഭീരമല്ലേ, നല്ലതല്ലേ? ശ്ലീഹന്മാരുടെ കാലയളവിലേക്ക്, ഉറവിടങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോയെന്നാണ്. കന്യകാമറിയത്തിന്റെ കാലയളവിലേക്ക്, അതായത് നമ്മുടെ യഥാർത്ഥ ഉറവിടങ്ങളിലേക്ക് സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് ഈ തീരുമാനത്തിലൂടെ സഭയെ കൊണ്ടുപോയെന്നാണ്. അത് പിന്നോട്ടടിക്കലല്ല, മറിച്ച് പിന്നോട്ട് പോകുന്നതാണ് വികസനം ബൈബിളിന്റെ കാഴ്ചപ്പാടില്. ഞാൻ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ കിഴക്കോട്ട് അഭിമുഖ കുർബാന ചൊല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുള്ളത് ആവർത്തിക്കുക. ഈ നമ്മളൊരു വള്ളത്തിലിരുന്നിട്ട് ഇങ്ങനെ വെള്ളം അങ്ങോട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കുക, അല്ലെ പങ്കായം കൊണ്ട് ആക്കുക. അപ്പോ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ ആക്കുകയാണ്, ഇങ്ങനെ വെള്ളം. അപ്പോൾ വള്ളം പുറകോട്ട് പോകും. നമ്മൾ കുരിശ് സംഭവത്തിൽ നോക്കിയിട്ട് നമ്മൾ തുഴയാണ്, ഇങ്ങനെയാണ് തുഴയുന്നത്. അപ്പോൾ പുറകോട്ട് പോകുന്നതാണ് വികസനം, ലക്ഷ്യത്തിലേക്ക്. നമ്മൾ നമ്മുടെ ഉറവിടത്തിൽ നിന്ന് കണ്ണെടുക്കാതെ ഉറവിടത്തിൽ കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ വള്ളം ഇങ്ങനെ തുഴയുമ്പോൾ നമ്മുടെ വള്ളം പുറകോട്ട് പോകുന്നു. ആ പുറകോട്ട് പോകുന്നതാണ് സഭയെ സംബന്ധിച്ച് വികസനം. കാരണം അത് ആദ്യവും അന്തവുമായ, ആൽഫയും ഒമേഗയുമായ, ആൽഫയിലേക്ക് കണ്ണും നട്ട് ഒമേഗയിലേക്ക് പോകുകയാണ്. അത് പുറകോട്ടാണ്. ഇതാണ് ബൈബിളിന്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഇങ്ങനെ പുറകോട്ടടിച്ചു മെത്രാന്മാര് ഈ തീരുമാനം കൊണ്ടെങ്കിൽ അത് ഗംഭീരമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ശരിക്കും ഉറവിടങ്ങളിലേക്ക് പോകാനായിട്ട് നമുക്ക് കഴിയുന്നു എന്നതാണ് അതിന്റെ. അപ്പോൾ വട്ടോളി അബദ്ധത്തിൽ സത്യം പറഞ്ഞതായിട്ട് മനസ്സിലാക്കിയാൽ മതി. പോട്ടെ. അൾത്താരാഭിമുഖ കുർബാന നടപ്പിലാക്കിയ രീതി അത്രയും അധാർമികവും വഞ്ചന നിറഞ്ഞതുമാണ്. അതൊരിക്കലും അംഗീകരിക്കാവുന്നതല്ല. ഏകപക്ഷീയമായി, ഏകാധിപത്യപരമായി, ധാർഷ്ട്യത്തോടെ, ധിക്കാരത്തോടെ അടിച്ചേൽപ്പിച്ചതായിരുന്നു എന്നാണ് വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരും ആരോപിക്കുന്നത്. അങ്ങനെയാണോ? നമുക്ക് ചില തെളിവുകൾ പരിശോധിക്കാം. അവരെ പോലെ വെറും വാചകടിയല്ല, തെളിവുകൾ. ഈ കുർബാനക്രമത്തെക്കുറിച്ച് ഈ നമ്മൾ 2021 നമ്മൾ ചൊല്ലിത്തുടങ്ങിയ ഏകീകൃത കുർബാനയെക്കുറിച്ച് 2021 ജൂലൈ 3 റോമായിലെ മാർപ്പാപ്പയുടെ ഭദ്രാസന ദേവാലയം, അതായത് കത്തീഡ്രൽ ബസിലിക്ക, സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്ക, അവിടെ നിന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതി ഒപ്പുവെച്ച രേഖ, ആ രേഖയിൽ ഇങ്ങനെയാണ് കാണുന്നത്: ടു ദ ബിഷപ്സ്, ക്ലർജി, റിലിജിയസ് ആൻഡ് ലെയ്റ്റി ഓഫ് ദ സീറോ മലബാർ ചർച്ച്. സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്കും വൈദികർക്കും സമർപ്പിതർക്കും അൽമായർക്കും. അപ്പൊ സീറോ മലബാർ സഭയിലെ സകലർക്കുമുള്ള ഒരു രേഖയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ സഹോദരന്മാരെ, പ്രിയമുള്ള സഹോദരന്മാരെ, the Holy See regards with a special approval and encouragement the agreement unanimously reached by the Synod of Bishops of the Syro Malabar Church in 1999 and repeatedly endorsed in subsequent years for a uniform mode of celebrating the Holy Qurbana. Considering this an important step towards towards increasing stability and ecclesial communion within the whole body of your beloved church. സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതിയെ സംബന്ധിച്ച് 1999 ഐകകണ്ഠേന പൊതുസമ്മതത്തിലെത്തിയതും
പിന്നീടുള്ള സംവത്സരങ്ങളിൽ ആവർത്തിച്ച് അംഗീകരിച്ച് മേലൊപ്പ് വെച്ചതുമായ കാര്യത്തെ ആത്മസന്തുഷ്ടിയോടെയും അനുമോദനത്തോടെയുമാണ് പരിശുദ്ധ സിംഹാസനം കാണുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാത്രത്തിനുള്ളിൽ സഭാത്മകമായ കൂട്ടായ്മയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിന് ഈ ഒരു ചുവടുവെപ്പ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പരിശുദ്ധ സിംഹാസനം കരുതുന്നു. നിങ്ങളുടെ തക്സ, കുർബാന തക്സയില്ലേ, എറണാകുളം അങ്കമാലിയില് കുർബാന തക്സ കിട്ടിയിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ ആ തക്സയില് പേജ് 3, 4 വായിക്കുക. അതില് ആദ്യത്തെ പാരഗ്രാഫാണ്, 3-ാമത്തെ പേജില് ആദ്യത്തെ പാരഗ്രാഫാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. 4-ാമത്തെ പേജിൽ മാർപ്പാപ്പയുടെ ഒപ്പ് കാണാം. മാർപ്പാപ്പ ഒപ്പ് വെച്ച്, ഫ്രാൻസിസ് മാർപ്പാപ്പ ഒപ്പ് വെച്ച് നമ്മളോട് പറയാണ്, സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതിയെ സംബന്ധിച്ച് 1999 ഐക്യകണ്ഠേന പൊതുസമ്മതത്തിൽ എത്തിയതും പിന്നീടുള്ള വത്സരങ്ങളിൽ ആവർത്തിച്ച് അംഗീകരിച്ച് മേലൊപ്പ് വെച്ചതുമായ കാര്യത്തെ അംഗീകരിച്ചുകൊണ്ടും അനുമോദിച്ചുകൊണ്ടും പരിശുദ്ധ സിംഹാസനം ഇത് നൽകുകയാണ്. 1999 മെത്രാൻ സിനഡ് ഐക്യകണ്ഠേന പൊതുസമ്മതത്തിലെത്തി. മാർപ്പാപ്പ എഴുതി ഒപ്പിട്ട് നമ്മൾ അറിയിച്ചിരിക്കുന്ന രേഖയാണ് ഈ പറയണേ. അത് അച്ചടിച്ച് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് മാർപ്പാപ്പയുടെ ഒപ്പിനോട് കൂടെ. വട്ടോളി പറയുന്നു ഇത് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ചുവെന്ന്. മാർപ്പാപ്പ പറയുന്നു ഇത് ഐക്യകണ്ഠേന സമ്മതത്തിലെത്തിയതാണെന്ന്. നിങ്ങൾ ആരെ വിശ്വസിക്കും? കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയെ വിശ്വസിക്കുകയോ അതോ വാ തുറന്നാൽ നുണ പറയുന്ന വട്ടോളിയെയും വിമതരെയും മുന്നേറ്റക്കാരെയും വിശ്വസിക്കുകയോ? ഈ ചോയ്സ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സകലമാനം വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും അൽമായരുടെയും മുമ്പാകെയാണ് ഞാനിത് വെക്കുന്നത്. നിങ്ങൾ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ രേഖാമൂലം നമ്മൾ അറിയിച്ചതിന് വിശ്വസിക്കുമോ അതോ വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരും പറയുന്ന നുണ വിശ്വസിക്കുമോ? ഈ ചോയ്സിന് മുമ്പിലാണ് നിങ്ങൾ തീരുമാനം എടുക്കണം. വട്ടോളി പറയുന്നു ഏകാധിപത്യപരമായി അടിച്ചേൽപ്പിച്ചുവെന്ന്. മാർപ്പാപ്പ പറയുന്നു 1999 മെത്രാന്മാർ പൊതുസമ്മതത്തിൽ എത്തിച്ചേർന്നുവെന്ന്. തീർന്നില്ല, പിന്നീടുള്ള സംവത്സരങ്ങളിൽ ആവർത്തിച്ച് അംഗീകരിച്ച് മേലൊപ്പ് ചാർത്തിയെന്ന്. നിങ്ങൾ ആരെ വിശ്വസിക്കും? കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ വിശ്വസിക്കുമോ അതോ വാ തുറന്നാൽ നുണ പറയുന്ന വട്ടോളിയെ വിശ്വസിക്കുമോ? നിങ്ങളൊരു ചോയ്സ് ഇപ്പൊ എടുക്കണം. ഞാനൊരു സംഭവം പറയാം. ഇരിങ്ങാലക്കുട രൂപതയില് കുറച്ച് വൈദികര് ഈ കുർബാനയ്ക്ക്, ഏകീകൃത കുർബാനയ്ക്ക് എതിരുണ്ടായിരുന്നു. കുറെ പേര് എതിരുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് പേര് വളരെ അങ്ങനെ രംഗത്ത് വന്നു. അപ്പൊ കുറച്ച് കൊച്ചന്മാര്, തീരെ കൊച്ചന്മാരല്ല, കുറച്ച് പേര് അവരൊരു കാർ എടുത്തായിട്ട് ഈ പലരുടെയും പള്ളികളിലേക്ക് ചെന്നു. അപ്പോ ഈ ഏകീകൃത കുർബാന എതിർക്കുന്ന മെത്രാന്മാർ എതിർക്കുന്ന അവരുടെ തലവൻ ഒരു അച്ഛനുണ്ട്, 1-2 പേരുണ്ട്. അപ്പൊ അവരുടെ മുമ്പിൽ ഈ കൊച്ചന്മാര്, തീരെ കൊച്ചന്മാരല്ല, എന്നെക്കാളും ജൂനിയറാണ്, അവർ ചെന്ന് ചോദിച്ച ചോദ്യം ഇതാണ്: ഒരൊറ്റ പള്ളിയിലും നേരെ ചുവ ഇരിക്കാത്ത ആ അച്ഛന്റെ നേതൃത്വത്തിൽ വിമതരെ നമ്മൾ അനുസരിക്കണോ അതോ മാർപ്പാപ്പയെ അനുസരിക്കണോ? പെട്ടെന്നാണ് അച്ഛന്മാര് പറഞ്ഞത്, അത് ശരിയാണല്ലോ, ഇങ്ങനെ ഒരൊറ്റ പള്ളിയിൽ നേരെ ചുവ ഇരിക്കാത്ത ഒരാളായിരുന്നു ഈ വിമത വൈദികരുടെ നേതാവ്. അങ്ങനെയുള്ള ഒരു അച്ഛനെ അനുസരിക്കണോ മാർപ്പാപ്പയെ അനുസരിക്കണോ? അങ്ങനെയാണ് ഈ ഇരിങ്ങാലക്കുട രൂപത്തിൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് ഏകീകൃത കുർബാനയൊന്നും ആയിട്ടില്ല, എങ്കിലും തത്വത്തിലായിട്ടുണ്ട്. അതിന് ഈ മെത്രാന്മാർ ചോദിച്ച ചോദ്യം ഈ കൊച്ചന്മാർ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. അവര് കാറ് വിളിച്ചിട്ട് പല പള്ളികളിലേക്കും പോകുകയായിരുന്നു. ഈ ചോദ്യമാണ് ഞാൻ എറണാകുളത്ത് ചോദിക്കുന്നത്. മാർപ്പാപ്പയെ അനുസരിക്കണോ വട്ടോളി അനുസരിക്കണോ? നിങ്ങൾ അൽമായർ തീരുമാനിക്കുക, കന്യാസ്ത്രീകൾ തീരുമാനിക്കുക, ഈ സഭയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വൈദികര് തീരുമാനിക്കുക. അപ്പൊ നിങ്ങൾ പറയും ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. തന്നെ തെറ്റിദ്ധരിപ്പിച്ചതല്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പിന്നീട് വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കി. ആ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ സമയമെടുത്ത് പഠിച്ചു. മാർപ്പാപ്പ എന്ത് ചിന്തിക്കുന്നുവെന്ന് ഇനി ആർക്കും സംശയം ഉണ്ടാകാതിരിക്കാൻ അതിന് ഞാൻ അത്യസാധാരണമായിട്ടൊരു മാർഗം അവലംബിക്കുകയാണ്, വീഡിയോ സന്ദേശം. കാരണം ഞാൻ എഴുതിയ ലേഖനങ്ങളും കത്തുകളും ഒന്നും നിങ്ങളുടെ വികാരിച്ചവരെ നിങ്ങളുടെ പള്ളി വായിച്ചിട്ടില്ല. 4 കാര്യങ്ങളാണ് വീഡിയോ സന്ദേശത്തിൽ പ്രധാനമായും മാർപ്പാപ്പ പറഞ്ഞത്. 1, ഞാൻ സമയമെടുത്ത് പഠിച്ചു, ആരും എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. 2, മാർപ്പാപ്പ എന്ത് ചിന്തിക്കുന്നുവെന്ന് ഇനി ആർക്കും സംശയം വരരുത്. 3, ഞാൻ അത്യസാധാരണമായിട്ട് വീഡിയോ സന്ദേശം നൽകുന്നതിന് കാരണം ഞാൻ എഴുതിയ ലേഖനങ്ങളോ കത്തുകളോ ഒന്നും നിങ്ങളുടെ വികാരിച്ചവർ നിങ്ങളുടെ പള്ളി വായിച്ചിട്ടില്ല. വീഡിയോ സന്ദേശം തടയാൻ പറ്റില്ലല്ലോ.
ഇതിനേക്കാൾ കൂടുതൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ നമ്മൾ കാര്യം അറിയിക്കേണ്ടതുണ്ടോ? ഇതും വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ പ്ലീസ് നിങ്ങൾ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോകണം. ഇത്രയും വ്യക്തമായിട്ട് മാർപ്പാപ്പ പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇനിയും മാർപ്പാപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ പ്ലീസ് നിങ്ങൾ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോകണം. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അതിന്റെ കൂട്ടത്തിൽ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയെ ഇതുപോലെ ആവർത്തിച്ച് അധിക്ഷേപിച്ചിട്ടും ഇവന്മാരെ കത്തോലിക്ക സഭയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സീറോ മലബാർ സഭയുടെ നേതൃത്വത്തെയാണ് നാം പഠിക്കേണ്ടത്. ഒരൊറ്റ നിമിഷം ഇവരെ കത്തോലിക്ക സഭയിൽ നിർത്താൻ പാടുണ്ടായിരുന്നോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചിട്ട് ആ BJP പാർട്ടിയിൽ ആർക്കെങ്കിലും ഒരു നിമിഷം നിൽക്കാൻ പറ്റുമോ? പിണറായി വിജയനെ അവഹേളിച്ചിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു നിമിഷം ഒരാൾക്ക് നിൽക്കാൻ പറ്റുമോ? അവിടെ ഏകാധിപത്യം ഉള്ളത് കൊണ്ട് മാത്രമൊന്നും അല്ലത്, ഏകാധിപത്യത്തിന്റെ പ്രശ്നം മാത്രമല്ല അത്, മറിച്ച് നേതൃത്വത്തെ ബഹുമാനിക്കാൻ പഠിക്കണം. അപ്പോ നിങ്ങൾ എന്നോട് ചോദിക്കും, എന്നിട്ട് അച്ഛൻ നേതൃത്വത്തെ ബഹുമാനിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച ചോയ്സ് നിങ്ങൾ എന്റെ മുമ്പിൽ വെക്കുക. മാർപ്പാപ്പയെ അനുസരിക്കണോ, മാർപ്പാപ്പയെ ധിക്കരിക്കണമെന്ന് പറയുന്ന സീറോ മലബാർ സഭയുടെ 2 മെത്രാന്മാരെ അനുസരിക്കണോ? നിങ്ങൾ പറയൂ എന്നോട്. മാർപ്പാപ്പയെ, ഞാൻ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ മാർപ്പാപ്പയെ ഞാൻ അനുസരിക്കണോ, അതോ മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന 2 മെത്രാന്മാരെ ഞാൻ അനുസരിക്കണം? ആ ചോയ്സ് നിങ്ങളുടെ മുമ്പിൽ വെച്ച ചോയ്സ് തന്നെയാണ് ഞാൻ എന്റെ മുമ്പിൽ വെക്കുന്നത്. മാർപ്പാപ്പ ഇതുപോലെ അധിക്ഷേപിച്ചിട്ട്, ഈ ഏക ന്യൂസിലും വന്നൊക്കെ അധിക്ഷേപിച്ചിട്ട് അവരെ എത്ര നിമിഷം നമ്മൾ ഈ സഭാവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ എത്ര നിമിഷം കത്തോലിക്ക സഭയിൽ വെച്ചുകൊണ്ടിരിക്കണം? എന്തിനാണ് ഈ കാനൺ നിയമം? അത് ഏട്ടിലെ പശുവാണെന്ന് വികാരി മെത്രാപ്പൊലീത്ത പറയുന്നു. ആണോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രൂപതയില് എന്തിനാണ് ചില അച്ഛന്മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഏട്ടിലെ പശുവാണോ കാനൺ ലോ? തോന്നുമ്പോൾ തോന്നിയവർക്കെതിരെ ഉപയോഗിക്കാൻ നല്ല ശക്തിയുണ്ട് കാനൺ ലോ. അല്ലെങ്കിൽ ഏട്ടിലെ പശു. ഇതെന്തിനാ ഈ ഇരട്ടത്താപ്പ്? അതൊരു മെത്രാന്റെ വായെന്ന് വരാൻ കൊള്ളുന്നതാണോ? രാഷ്ട്രീയക്കാരുടെ ഇരട്ടത്താപ്പ് പറയട്ടെ, അത് രാഷ്ട്രീയമാണ്. വിശ്വാസത്തിൽ ഇരട്ടത്താപ്പ് പറ്റുമോ? ഒരു തെളിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിയത്. രണ്ടാമത്തെ ഒരു തെളിവ്, അന്നത്തെ പൗരത്വ സ്ഥിരസംഘത്തിന്റെ തലവനായ ലിയനാർഡോ കർദിനാൾ സാന്ദ്രി 2021 ജൂൺ 9 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. This congregation has attentively reviewed the modifications and revisions of the text of the Holy Qurbana unanimously approved by the Synod of Bishops of the Syro Malabar Church in accordance with Canon 657/1 CCEO. പൗരസ്ത്യ കാനൺ നിയമം CCEO 657.1 പ്രകാരം സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് ഐകകണ്ഠേന അംഗീകരിച്ച കുർബാന തക്സയിലെ ഭേദഗതികളും മാറ്റങ്ങളും ഈ കാര്യാലയം സസൂക്ഷ്മം അവലോകനം ചെയ്തു. നിങ്ങളുടെ തക്സയില് പേജ് 5 അത് കിടപ്പുണ്ട്. നിങ്ങളുടെ കയ്യിൽ തക്സയുണ്ടല്ലോ, ആ തക്സയിൽ 5ാമത്തെ പേജാണ്, അത് താഴത്തെ പാരഗ്രാഫാണ് വായിച്ചത്. അതിന് താഴെ നിങ്ങൾക്കറിയാം ലിയനാർഡോ സാന്ദ്രി പിതാവിന്റെ ഒപ്പുണ്ട്, അതുപോലെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി, ആർച്ച് ബിഷപ്പ് സെക്രട്ടറി ഒപ്പുണ്ട്. ഒപ്പ് വെച്ച് രേഖാമൂലമാണ് തന്നിരിക്കുന്നത്. ഇത് കത്തോലിക്ക സഭയുടെ വത്തിക്കാനുള്ള കാര്യം പറയണേ. അവരൊക്കെ തമാശ കളിക്കാൻ ഇരിക്കുക അവിടെ. ഇങ്ങനെ രേഖകളൊക്കെ ഒപ്പിട്ട് നൽകുമ്പോ സത്യമല്ലാത്ത കാര്യം അതുപോലെ രേഖാമൂലം അവർ ഒപ്പിട്ട് നൽകുമോ? അപ്പൊ എന്താണ് ഈ പൗരസ്ത്യ കാനൺ നിയമം 657/1? The approval of the liturgical text after prior review of the Apostolic See is reserved in metropolitan churches sui juris to the metropolitan with the consent of the Council of Hierarchs. സ്വയാധികാര മെത്രാപ്പൊലിത്തൻ സഭകളിൽ ലിറ്ററിയുടെ തക്സയുടെ അംഗീകാരം മെത്രാന്മാരുടെ സിനഡിന്റെ അംഗീകാരത്തോടെ പരിചിത സിംഹാസനത്തിന്റെ മുൻകൂട്ടിയുള്ള അവലോകനത്തിന് ശേഷം ശ്രേഷ്ഠ മെത്രാപ്പൊലിത്ത എടുക്കുന്നു. ഈ ലിറ്ററിയുടെ തക്സയുടെ അംഗീകാരം അത് മേജർ ആർച്ച് ബിഷപ്പ് മെത്രാൻ സിനഡിന്റെ അംഗീകാരത്തോടെ പരിചിത സിംഹാസനത്തിന്റെ മുൻകൂട്ടിയുള്ള അവലോകനത്തിന് ശേഷം, അങ്ങനെയാണ് ലിറ്റർജിയുടെ ടെക്സ്റ്റുകള് സ്വയാധികാര സഭയിൽ തീരുമാനിക്കുകയെന്നാണ് പൗരസ്ത്യ കാനൺ നിയമം 657/1 കൊടുത്തിരിക്കുന്നത്. അത് പ്രകാരം ഈ പൗരസ്ത്യ കാനൺ നിയമപ്രകാരം മെത്രാൻ സിനഡും പരിചിത സിംഹാസനവും അംഗീകരിച്ച
ഐക്യകണ്ഠൻ അംഗീകരിച്ചത് മെത്രാന്മാരുടെ സിനഡ്. ഐക്യകണ്ഠന അടിച്ചേൽപ്പിച്ചുവെന്നും ഏകപക്ഷീയമായെന്നും ഏകാധിപത്യപരമായെന്നും ധാർഷ്ട്യത്തോടെയെന്നും ധിക്കാരത്തോടെയെന്നും വട്ടോളിയുടെ വെർഷനാണ്. പക്ഷേ മാർപ്പാപ്പയും പൗരത്വ തിരുസംഘത്തിന്റെ തലവനും പറയുന്നു ഐക്യകണ്ഠന മെത്രാന്മാര് തീരുമാനിച്ചതാണ്, അതും 99. തീർന്നില്ല. പൗരസ്ത്യ കാനൺ നിയമം അനുസരിച്ചാണ് മെത്രാന്മാരുടെ സിനഡ് ഐക്യകണ്ഠന അംഗീകരിച്ചുവെന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ തക്ക നിലയിൽ വന്നതെന്ന്. അദ്ദേഹത്തിന്റെ കാര്യാലയം അത് സസൂക്ഷ്മം പഠിച്ചുവെന്ന്, അവലോകനം ചെയ്തുവെന്ന്. നിങ്ങൾ ആരെ വിശ്വസിക്കും? വട്ടോളിയെയോ കർദിനാൾ സാന്ദ്രിയെയോ? ഇവിടെ നിങ്ങളെ മുൻപ് ഞാൻ പറയാത്തൊരു കാര്യം നിങ്ങളെ പറയാൻ ആഗ്രഹിക്കുകയാണ്. സാന്ദ്രി പിതാവിനെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ചില മെത്രാന്മാരാണ് വട്ടോളിയോടും വിമതരോടും മുന്നേറ്റക്കാരോടും പറഞ്ഞിട്ടുള്ളത്. സാന്ദ്രി പിതാവിനെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ചില മെത്രാന്മാര് തന്നെയാണ് വട്ടോളിയോടും വിമതരോടും മുന്നേറ്റക്കാരോടും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരും ആലഞ്ചേരി പിതാവിന്റെയും സാന്ദ്രി പിതാവിന്റെയും കോലം കത്തിച്ചത്. ആ കോലം കത്തിക്കുന്നതിൽ സീറോ മലബാർ സഭയിൽ ഇപ്പോഴത്തെ ചില മെത്രാന്മാർക്ക് പങ്കുണ്ട്. അവർ നേരിട്ട് കോലം കത്തിക്കാൻ പോയില്ലെങ്കിലും. ആ മെത്രാന്മാർ ആരാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പേര് പറഞ്ഞിട്ട് അതിൽ വലിയ കാര്യമില്ല. സീറോ മലബാർ സഭയില് വിഭാഗീയത ഉണ്ടാക്കുന്നതിലും അത് ആ വളത്തെ ആളി കത്തിക്കുന്നതിലും ഈ മെത്രാന്മാർക്ക് വലിയ പങ്കുണ്ട്. ആ മെത്രാന്മാര് തങ്ങളുടെ സ്വന്തം അമ്മയായ സഭയെ ബലാത്കാരം ചെയ്തവരും തങ്ങളുടെ മെത്രാൻ സ്ഥാനത്ത് ഒറ്റിക്കൊടുത്തവരുമാണ്. കൽദായ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയെ സംബന്ധിച്ച് ആ മെത്രാന്മാര് യൂദാസുമാരാണ്. അവർ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് ഈശോ അവരെക്കുറിച്ച് പറയുന്നുവെന്നാണ് എന്റെ ബോധ്യം. ഇതിൽ കൂടുതൽ അവരെക്കുറിച്ച് പറയാൻ എനിക്കൊന്നുമില്ല. സാന്ദ്രി പിതാവിനെയും മാർപ്പാപ്പയും തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് മെത്രാന്മാര് തന്നെ വിമതർക്ക് ചോർത്തിക്കൊടുക്കുന്ന ഒരു അവസ്ഥ സീറോ മലബാർ സഭയില്. അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് ഈ മെത്രാന്മാരെ പുറത്താക്കാൻ നടപടി എടുക്കാണ് വേണ്ടിയിരുന്നത്. അങ്ങനെയെങ്കിൽ വട്ടോളിമാരുണ്ടാകുമായിരുന്നില്ല, വിമതരുണ്ടാകുമായിരുന്നില്ല, മുന്നേറ്റക്കാരുണ്ടാകുമായിരുന്നില്ല. മാർപ്പാപ്പയെയും സാന്ദ്രി പിതാവിനും തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ഇവർക്ക് ലീക്ക് ചെയ്ത് കൊടുത്ത് ആ മെത്രാന്മാരെ പുറത്താക്കിയിരുന്നെങ്കിൽ അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് വട്ടോളി ഉണ്ടാകുമായിരുന്നില്ല, വിമതരുണ്ടാകുമായിരുന്നില്ല. അത് ചെയ്തില്ല. അതാണ് നമ്മൾ ചെയ്ത മിസ്റ്റേക്ക്. ഞാൻ 2 തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. മൂന്നാമത്തെ തെളിവ് നിങ്ങളുടെ തക്സയില് പേജ് 7. After due consultation and deliberation in the forums concerned, with approval of the Synod of Bishops of the Syro Malabar Church in the first session of 28th Synod 2020, and after having obtained the recognitio of the Congregation for the Oriental Churches, protocol number 248/2004, dated June 9th, 2021, the undersigned Cardinal George Alanjeri, the major Archbishop of the Syro Malabar Church, hereby promulgates the definitive taxa of the Rasa, solemn and symbol forms of the Holy Qurbana in Malayalam to be effective from 28th November 2021, first Sunday of the season of Annunciation, as per the decision of the second session of 29th Synod 2021. മേജർ ആർച്ച് ബിഷപ്പായിരുന്ന ആലഞ്ചേരി പിതാവ് രേഖാമൂലം ഒപ്പുവെച്ച് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, ബന്ധപ്പെട്ട വേദികളിൽ ആവശ്യത്തിന് ചർച്ച ചെയ്ത് തീരുമാനിച്ചതും സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് 2020 ആദ്യ സമ്മേളനം അംഗീകരിച്ചതും പൗരത്വ സഭകൾക്ക് വേണ്ടി കാര്യാലയത്തിന് അനുവാദം ലഭിച്ചതുമായ കുർബാന തക്സ ഞാൻ പ്രൊമൾഗേറ്റ് ചെയ്യുന്നു, ഞാൻ നടപ്പിലാക്കുന്നു. സീറോ മലബാർ സഭയുടെ തലവനാണ് ആലഞ്ചേരി പിതാവായിരുന്നത്. അദ്ദേഹമാണ് ഇത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഇത് റോമിൽ നിന്ന് അംഗീകാരം കിട്ടിയതാണ്. ഇതൊക്കെ റോമിന് പറ്റിച്ചതാണെങ്കിൽ ഈ രേഖ നിങ്ങൾ കൊടുക്കൂ. അദ്ദേഹത്തിന്റെ കർദിനാൾ സ്ഥാനവും പൗരോഹിത്യവും ഒക്കെ ഡിസ്മിസ് ചെയ്യാനായിട്ട് ഇത് കൊടുക്കൂ. ഇതൊക്കെ തെറ്റാണെങ്കിൽ. അല്ലാതെ സമൂഹ മാധ്യമം വന്നിരുന്നിട്ട് ഞങ്ങളെ പറ്റിച്ചതാണ്, ഇത് ഏകാധിപത്യമാണ്, അടിച്ചേൽപ്പിച്ചതാണെന്നുള്ള നുണ പറയാതെ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു സഭാതലവൻ അവമാനിക്കുക, ആ സഭാതലവൻ അവമാനിച്ചിട്ട് മറ്റു മെത്രന്മാരും മിണ്ടാതിരിക്കുക. ഇത് നാട്ടുനടപ്പുള്ള കാര്യങ്ങളാണോ ലോകത്ത്? ഏതെങ്കിലും സമുദായത്തില്, ഏതെങ്കിലും സംഘടനയില്?
ഇനി ഒരു പ്രധാനപ്പെട്ട രേഖ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുകയാണ്. നിങ്ങളുടെ തക്സയിൽ കാണും. അത് തോമസ് ഇളവനാൽ പിതാവിന്റെയാണ്. ലിറ്റർജി കമ്മീഷൻ ചെയർമാനാണ് അദ്ദേഹം. ആ രേഖ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് മലയാളത്തിലാണ്, നിങ്ങൾക്ക് വായിക്കാം. ഒരു ഭാഗം മാത്രം ഞാനിവിടെ വായിക്കുകയാണ്. വിശുദ്ധ കുർബാന ഏകീകൃത രൂപത്തിൽ അർപ്പിക്കാനുള്ള 1999 സീറോ മലബാർ സിനഡിന്റെ തീരുമാനം ഇപ്രകാരമായിരുന്നു. 99 സിനഡിന്റെ തീരുമാനം അത് സിനഡൽ ന്യൂസിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. വിശുദ്ധ കുർബാനയുടെ ആരംഭം മുതൽ അനാഫറ വരെയുള്ള ഭാഗം ജനാഭിമുഖമായും, അനാഫറ മുതൽ വിശുദ്ധ കുർബാന സ്വീകരണം ഉൾപ്പെടെയുള്ള ഭാഗം അൾത്താരഭിമുഖമായും, വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള ഭാഗം ജനാഭിമുഖമായും നടത്തേണ്ടതാണ്. ഈ തീരുമാനത്തിന് 1999 ഡിസംബർ 17 ചില നിർദ്ദേശങ്ങളോടുകൂടെ പൌരത്വ തിരുസംഘത്തിന് അംഗീകാരം ലഭിക്കുകയും ഇത് 2000 ജൂലൈ 3 നടപ്പിലാക്കുകയും ചെയ്തു. എന്നാൽ ചില രൂപതകൾ നടപ്പാക്കിയില്ല. അത് ആ മെത്രാന്മാരുടെ തെറ്റ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. ഇത് തീരുമാനം എടുത്തു, അംഗീകരിച്ചു. ചില രൂപതകൾ മെത്രാന്മാർ നടപ്പാക്കിയില്ല. 2000 എല്ലാ രൂപതകളിലും ഈ തീരുമാനം നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്ന് അതുകൊണ്ട് 2009 ഓഗസ്റ്റിൽ സിനഡ് ഓർമ്മിപ്പിച്ചു. ഇതാണ് മാർപ്പാപ്പ പറഞ്ഞത്. 99 തീരുമാനിച്ചു, 2000 നടപ്പാക്കി. പിന്നീട് പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞു 2009 ഇത് ഓർമ്മിപ്പിച്ചു എന്നാണ് ഇളവനാൽ പിതാവ് രേഖാമൂലം നമ്മൾ അറിയിച്ചിരിക്കുന്നത്. 2013 ഓഗസ്റ്റ് മാസത്തിലെ സിനഡ് വിശുദ്ധ കുർബാന നവീകരണം മുന്നോട്ട് പോകാൻ ലിറ്റർജി കമ്മീഷനോട് നിർദ്ദേശിച്ചു. 2014 ജനുവരിയിൽ സിനഡ് എല്ലാ മെത്രാന്മാരോടും നവീകരണം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ലിറ്റർജി കമ്മീഷൻ അറിയിക്കാൻ ആവശ്യപ്പെട്ടു. ലഭിച്ച നിർദ്ദേശങ്ങളെല്ലാം ലിറ്റർജി കമ്മീഷൻ ക്രോഡീകരിച്ച് 2015 ഓഗസ്റ്റ് സിനഡിൽ അവതരിപ്പിച്ചു. കുർബാന തക്സയുടെ നവീകരണം സംബന്ധിച്ച എല്ലാ രൂപതകളിലെയും വൈദികരുടെ പ്രതിനിധികളും സന്യസ്ത അൽമായ പ്രതിനിധികളും ദൈവശാസ്ത്ര ആരാധനക്രമ പണ്ഡിതരും ഉൾക്കൊള്ളുന്ന സീറോ മലബാർ സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റി ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. ഇതാണ് ആലഞ്ചേരി പിതാവ് പറഞ്ഞത്. ബന്ധപ്പെട്ട ഈ ഫോറങ്ങളിലൊക്കെ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയതാണ്. അതുതന്നെയാണ് ഇളവനാൽ പിതാവ് ഇങ്ങനെ രേഖരയാക്കിയായിട്ട് ഡേറ്റ് ഇട്ട് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ 2017 സംഭവിച്ച കാര്യം എഴുതിയിട്ടുണ്ട്, 2019 സംഭവിച്ച കാര്യം എഴുതിയിട്ടുണ്ട്, 2020 പിന്നെ 2021. എന്നിട്ട് എങ്ങനെ വട്ടോളിക്ക് പറയാൻ കഴിയും? 99, 2000, 2009, 2013, 14, 15, 17, 19, 20, 21 ഇത്രയും വർഷങ്ങളില് സിനഡും എല്ലാ മെത്രാന്മാരും ആ മെത്രാന്മാരുടെ രൂപതകളിലുള്ള പ്രതിനിധികളും ഒക്കെ ചർച്ച ചെയ്തതാണ്. ബന്ധപ്പെട്ട എല്ലാ ഫോറങ്ങളും ചർച്ച ചെയ്തതാ. എന്നിട്ട് എങ്ങനെയാണ് വട്ടോളിക്കും വിമതർക്കും മുന്നേറ്റക്കാർക്കും ഇത് ഏകപക്ഷീയമാണ്, ചർച്ച ചെയ്തില്ല, അടിച്ചേൽപ്പിച്ചതാണ്, ഏകാധിപത്യമാണ്, ധിക്കാരമാണ്, ധാർഷ്ട്യമാണെന്നൊക്കെ പറയാൻ പറ്റണേ? ഈ വാക്കുകൾക്ക് അർത്ഥമില്ലേ? ഇത്രമാത്രം വേദികളിൽ വർഷങ്ങളിൽ ചർച്ച ചെയ്ത സംഗതിയാണ് ഇവര് ഏകാധിപത്യപരമായി ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ചുവെന്ന നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എറണാകുളം അങ്കമാലിയിലെ അൽമായ വിശ്വാസികളെ, കന്യാസ്ത്രീകളെ, സഭയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന വൈദികരെ, നിങ്ങൾ നിങ്ങളുടെ പുതിയ തക്സ വാങ്ങിച്ചിട്ടുണ്ടാകും, വായിക്കൂ, വിശ്വസിക്കൂ. മാർപ്പാപ്പയുടെ കീഴിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള വൈദികരെ, നിങ്ങൾ മാർപ്പാപ്പയുടെ വാക്കുകൾ വിശ്വസിക്കൂ. വട്ടോളിയുടെയും വിമതരുടെയും മുന്നേറ്റക്കാരുടെയും നുണകളെ അങ്ങനെ പൊളിച്ചടക്കൂ. കർത്താവിന്റെ സഭയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വൈദികരോട്, നിങ്ങളെ ഞാൻ വിമത വൈദികരെന്ന് വിളിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും വിളിക്കുന്നതിന് കാരണം നിങ്ങൾ മാർപ്പാപ്പയെ അനുസരിക്കാതെ സീറോ മലബാർ സഭയെ അനുസരിക്കാൻ നിൽക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ കൂടെ എത്ര മെത്രാന്മാരുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ വിമതരാണ്. നിങ്ങളുടെ കൂടെയുള്ള മെത്രാന്മാരും വിമതരാണ്. പക്ഷേ നിങ്ങൾ വിമതരായി പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതി നിങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചാൽ ഈ ഒറ്റക്കെട്ടെന്ന് പൊളിഞ്ഞു വരാൻ നിങ്ങൾക്ക് സാധിക്കും. മാർപ്പാപ്പയുടെ കീഴിലുള്ളവരാണ്, ക്രിസ്ത്യാനികളാണ്, കത്തോലിക്കെന്ന് പറയണേ. മാർപ്പാപ്പ ഇത്രമാത്രം വ്യക്തമായിട്ട് പറഞ്ഞു. ഇനിയും നിങ്ങൾ മടിച്ചു നിൽക്കാതെ ജനങ്ങളുടെ വികാരത്തെ ഓർത്ത്, മാർപ്പാപ്പയുടെ ആഹ്വാനത്തെ ഓർത്ത്, സീറോ മലബാർ സഭയുടെ നന്മയോർത്ത് നിങ്ങൾ ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറാകണം. ഏകീകൃത കുർബാന ചൊല്ലുക. നിങ്ങളുടെ നേതാക്കന്മാർ പാഞ്ഞു വരും, നിങ്ങൾ ഭീഷണിപ്പെടുത്തും. നിങ്ങൾ പറയേണ്ടത് മാർപ്പാപ്പ പറഞ്ഞതും ഞാൻ ഈ സീറോ മലബാർ സഭ അംഗീകരിച്ചതുമായി കുർബാന എനിക്ക് ചൊല്ലാൻ പറ്റും, വെരി സോറി എന്ന് അവരോട് പറയാനുള്ള ആർജവം എന്ന് പറഞ്ഞാൽ സിൻസിയറിറ്റി, ഓണസ്റ്റി, സത്യസന്ധത നിങ്ങൾ കാണിക്കണം. ഇതിപ്പോ നടന്നത് തന്നെ എന്ന് ചിലപ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കും.
പക്ഷെ ഇതെന്റെ ഒരു എളിയ ആഹ്വാനമാണ്. നിങ്ങൾ ശീശ്മയിലാണ് ഇപ്പോ. ആ ശീശ്മയിൽ നിന്ന് തിരിച്ച് സഭയിലേക്ക് വരാൻ ഇതാണ് മാർഗം. ഈ ആഭിചാര കുർബാന ചൊല്ലുകയും കുർബാന അവഹേളിക്കുകയും ഇപ്പോഴും അവഹേളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നതും മാർപ്പാപ്പ ആഗ്രഹിക്കുന്നതും മെത്രാന്മാർ ആഗ്രഹിക്കുന്നതും അതാണ്. അത് നിങ്ങൾ സന്മനസ്സോടെ, ഒരല്പം ത്യാഗമുണ്ട്, അതിനകത്തൊരു ഒരു പീഡാസഹനമുണ്ട്, അതെല്ലാം നമ്മുടെ കർത്താവിനെ പ്രതി ഏറ്റെടുത്ത്, ഇതൊരു കുരിശാണ്, ആ കുരിശ് ഏറ്റെടുത്ത് ഈ സഭയോടൊപ്പം നിൽക്കാൻ, സീറോ മലബാർ സഭയുടെ തനത് പാരമ്പര്യത്തിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാകണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്, അപേക്ഷിക്കുകയാണ്. ഈ നുണകള് വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നുണകള് നിങ്ങൾ വിശ്വസിക്കരുത്. നമുക്ക് സഭ നൽകിയിരിക്കുന്ന, രേഖാമൂലം നൽകിയിരിക്കുന്ന സത്യങ്ങള് നിങ്ങൾ വിശ്വസിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.